LGBTQ അഥവാ വിനാശകരമായ മ്ലേച്ഛത. യേശുവായുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളുടെ മറ്റൊരു അധ്യായമാണിത്. യുഗാന്തത്തെ തിരിച്ചറിയാൻ കാലത്തിൻ്റെ അടയാളങ്ങൾ വിവേചിച്ചറിയണമെന്ന് യേശുവ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ചാണ് ഇന്നിവിടെ വെളിപ്പെടുത്തുന്നത്. ആ അടയാളമാണ് LGBTQ അഥവാ വിനാശകരമായ മ്ലേച്ഛത. യുഗാന്തവുമായി ബന്ധപ്പെട്ട് മനോവ നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങൾ അപ്പോൾ ശ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഈ സന്ദേശങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഷെയർ ചെയ്യുക. യേശുവയുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം. LGBTQ അഥവാ വിനാശകരമായ മ്ലേച്ഛത. യേശുവ അരുളി ചെയ്ത ഒരു വചനം ശ്രദ്ധിക്കുക. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശകരമായ മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യം. യുഗാന്തവുമായി ബന്ധപ്പെട്ട് സംഭവിക്കാനിരിക്കുന്ന ഒരടയാളമാണ് യേശുവ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശുവ ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തെ ആധാരമാക്കിയാണ്. ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 11-12 വാക്യങ്ങൾ. വിനാശകരമായ മ്ലേച്ഛത എന്നതുകൊണ്ട് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും വിനാശകരമായ മ്ലേച്ഛത എപ്പോഴാണ് വിശുദ്ധ സ്ഥലത്ത് പ്രതിഷ്ഠിക്കപ്പെടുന്നതെന്നും ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നു. യേശുവായുടെ പുനരാഗമനത്തിന് മുൻപ് എതിർ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നും ഈ ലോകം അവൻ്റെ ആധിപത്യത്തിന് കീഴിലാകുമെന്നും ബൈബിളിൽ പ്രവചനമുണ്ട്. പ്രത്യക്ഷ ഭരണം 3.5 വർഷക്കാലമായിരിക്കുമെങ്കിലും പരോക്ഷ ഭരണവും കൂടി ചേർത്ത് 7 വർഷം അവൻ ഭരണം നടത്തും. അതായത് ആദ്യത്തെ 3.5 വർഷം അവൻ്റെ നേരിട്ടുള്ള ഭരണം ആയിരിക്കില്ല, മറിച്ച് ഭൂമിയിലെ രാജ്യങ്ങളിലെ ഭരണാധികാരികളെയെല്ലാം ആ കാലയളവിൽ അവനായിരിക്കും നിയന്ത്രിക്കുന്നത്. 3.5 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ മറ്റെല്ലാ ഭരണാധികാരികളെയും സ്ഥാനഭ്രഷ്ടരാക്കിക്കൊണ്ട് എതിർ ക്രിസ്തു ഭരണം ഏറ്റെടുക്കും. ബൈബിളിൽ ഈ 3.5 വർഷത്തെ പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നാണ്. ദാനിയേലിൻ്റെ പ്രവചനം ശ്രദ്ധിക്കുക. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയും. അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും തിരുനാൾ ദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 25-ാം വാക്യം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തെക്കുറിച്ചുള്ള മറ്റൊരു പ്രവചനം നോക്കുക. അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 7-ാം വാക്യം. സമയം എന്നത് ഒരു വർഷത്തെയും സമയങ്ങൾ എന്നത് 2 വർഷത്തെയും സമയത്തിൻ്റെ പകുതി എന്നത് 1/2 വർഷത്തെയുമാണ് ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ചില പ്രവചനങ്ങളിൽ 3.5 വർഷത്തെയും 3.5 യുഗത്തെയും സൂചിപ്പിക്കാൻ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും പ്രതീകമാക്കുന്നുണ്ട്. എന്നാൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന് പ്രതീകാത്മകമായി സൂചിപ്പിച്ചിരിക്കുന്നത് 3.5 വർഷത്തെയാണ്. ഇത് സ്ഥിരീകരിക്കുന്ന മറ്റൊരു പ്രവചനം ശ്രദ്ധിക്കുക. സർപ്പം തൻ്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും അതിനു കൊടുത്തു. അതിൻ്റെ തലകളിലൊന്ന് മാരകമായി മുറിപ്പെട്ടതുപോലെ തോന്നി. എങ്കിലും മരണകാരണമായ ആ മുറിവ് സുഖപ്പെട്ടു.
ഭൂമി മുഴുവൻ ആ മൃഗത്തെക്കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മൃഗത്തിന് അധികാരം നൽകിയതു നിമിത്തം അവർ സർപ്പത്തെ ആരാധിച്ചു. അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മൃഗത്തെയും ആരാധിച്ചു. ഈ മൃഗത്തെപ്പോലെ ആരുണ്ട്? ഇതിനോട് പോരാടാൻ ആർക്ക് കഴിയും? ദൈവദൂഷണവും വൻപും പറയുന്ന ഒരു വായ അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. വെളിപാട് പുസ്തകം 13-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. 42 മാസം എന്നത് 3.5 വർഷമാണെന്ന് നമുക്കറിയാം. വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള ഒരു സൂചന കൂടി നോക്കുക. 42 മാസം അവർ വിശുദ്ധ നഗരത്തെ ചവിട്ടിമെതിക്കും. വെളിപാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങളിൽ ചിലതാണ് ഇവിടെ നാം വായിച്ചത്. യേശുവായുടെ പേര് വിളിച്ചപേക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ യഥാർത്ഥ സഭയെ ഈ കാലയളവിൽ ദൈവം സംരക്ഷിക്കുമെന്ന ഉറപ്പും പ്രവചനങ്ങളിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 14-ാം വാക്യം. സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും യേശുവ എന്ന പേര് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടായ്മയാണ് യഥാർത്ഥ സഭ. ഈ സഭയെയാണ് സ്ത്രീ എന്നും അവൾ എന്നും സംബോധന ചെയ്തിരിക്കുന്നത്. സത്യദൈവത്തിൻ്റെ പേര് അറിയുകയും ആ പേര് വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുന്നവർ മാത്രമേ സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ പ്രഖ്യാപനം ശ്രദ്ധിക്കുക. അവൻ എൻ്റെ പേര് അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. 91-ാം സങ്കീർത്തനം 14-15 വാക്യങ്ങൾ. ഉഗ്രപീഡനത്തെ അതിജീവിക്കാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു പേര് യേശുവ എന്ന പേരാണ്. വായിൽ തോന്നുന്ന പേരുകൾ വിളിച്ചാൽ ആരെങ്കിലും സംരക്ഷിക്കാൻ കടന്നു വരുമെന്ന് ചിന്തിക്കരുത്. ഈ പ്രഖ്യാപനം നോക്കുക. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു പേരും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാം അധ്യായം 12-ാം വാക്യം. ഇക്കാര്യം വ്യക്തമാക്കുന്ന അനേകം വചനങ്ങളുണ്ടെങ്കിലും അവയെല്ലാം ഇവിടെ നാം പരിശോധിക്കുന്നില്ല. കാരണം നാം ഇവിടെ ചിന്തിക്കുന്ന പ്രധാന വിഷയം മറ്റൊന്നാണ്. എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ദൈവമക്കളെ ശക്തിപ്പെടുത്താൻ ദൈവത്താൽ അയക്കപ്പെടുന്ന 2 പ്രവാചകന്മാരെക്കുറിച്ചും പ്രവചനമുണ്ട്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികൾക്ക് അനുവാദം കൊടുക്കും. അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവുമരങ്ങളും 2 ദീപപീഠങ്ങളും ആണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ജലാശയങ്ങളെ രക്തമാക്കി മാറ്റാനും ആഗ്രഹിക്കുമ്പോഴൊക്കെ സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പീഡിപ്പിക്കാനും അവർക്ക് അധികാരമുണ്ട്. വെളിപാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മോശയെയും ഏലിയാഹിനെയും കുറിച്ചാണ് ഈ പ്രവചനം. തങ്ങളുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതിരിക്കാൻ ആകാശം അടച്ചുകൊണ്ട് ദൃഷ്ടാന്തം നൽകിയത് ഏലിയാഹ് ആയിരുന്നുവെങ്കിൽ ജലാശയങ്ങളെ രക്തമാക്കിയത് മോശയായിരുന്നു. യേശുവായുടെ പുനരാഗമനത്തിന് മുൻപ് നിവൃത്തിയാകേണ്ട പ്രവചനങ്ങളാണ് ഇവയെല്ലാം. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. എതിർ ക്രിസ്തുവിൻ്റെ ഒരടയാളം കൂടി മനസ്സിലാക്കിയതിന് ശേഷം പ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. എതിർ ക്രിസ്തു അഥവാ നിയമനിഷേധി. നിയമനിഷേധി എന്നുകൂടി എതിർ ക്രിസ്തുവിനെ ബൈബിളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം
അവൻ ആദ്യം എതിർക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെയാണ്. ബൈബിളിലെ ഒരു വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. സാത്താൻ്റെ പ്രവർത്തനത്താൽ നിയമനിഷേധിയുടെ ആഗമനം എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടെ ആയിരിക്കും. അതിനാൽ വ്യാജമായതിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മിഥ്യാബോധം ദൈവം അവരിൽ ഉണർത്തും. തൽഫലമായി സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. തെസലോനിക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിയമനിഷേധിയുടെ ആഗമനത്തെക്കുറിച്ചും അവൻ മൂലം ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പാണ് പൗലോസിലൂടെ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ മുന്നറിയിപ്പിനെ പോലും അവഗണിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും ലോകത്തെ ആകമാനം ഗ്രസിക്കുന്ന മിഥ്യാബോധം. ഇത് പൊടുന്നനെ പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസമായിരിക്കില്ല. തെറ്റായ പ്രബോധനങ്ങളിലൂടെയും അധാർമികമായ നിയമപരിഷ്കരണങ്ങളിലൂടെയും പടിപടിയായി ഇത് ലോകത്തെ ആകമാനം ഗ്രസിക്കും. ലോകം പഠിപ്പിക്കുന്ന ആശയങ്ങളെയും ഈ ആശയങ്ങളിൽ അധിഷ്ഠിതമായി നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളെയും സ്വീകരിക്കാൻ ആത്മീയ നേതാക്കന്മാർ തയ്യാറാകുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ പോലും വഴിതെറ്റിപ്പോകും എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഗുരുതരമായ കാര്യം. തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കണമെങ്കിൽ ആത്മീയ പരിവേഷത്തോടെ സമീപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. അതിനായി നിയമനിഷേധികളായ ആത്മീയ നേതാക്കന്മാരെ ക്രൈസ്തവ സമൂഹങ്ങളിൽ സാത്താൻ പ്രതിഷ്ഠിക്കും. ദൈവിക നിയമങ്ങളെ അവഗണിച്ചുകൊണ്ട് അവയ്ക്കുപരി ലോകത്തിൻ്റെ നിയമങ്ങളെ അവതരിപ്പിക്കുകയും അതിനെ ന്യായീകരിക്കാൻ നവോത്ഥാനത്തെയും പുരോഗമനത്തെയും കൂട്ടുപിടിക്കുകയും ചെയ്യുന്നതാണ് ഈ അഭിനവ ആചാര്യന്മാരുടെ ജോലി. ലോകത്തിൻ്റെ അധാർമിക നിയമങ്ങൾക്ക് വേണ്ടി ദൈവിക നിയമങ്ങളെ തള്ളിക്കളയുമ്പോൾ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കേണ്ടതിനായി ഇവർ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ചില അധികാര സ്ഥാനങ്ങളും കാനോൻ നിയമങ്ങളുമുണ്ട്. അപ്രമാദിത്യം, തെറ്റാവരം തുടങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ വിശ്വാസികളെ കാലങ്ങളായി കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ അധികാര സ്ഥാനങ്ങൾ ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനാണ്. ദൈവദൂഷണപരമായ നിയമപരിഷ്കരണങ്ങൾക്കും ഇവർ ഈ പദങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ദൈവവചനത്തിൽ വളരാത്ത വിശ്വാസികൾ ഇവരുടെ കാൽപ്പനിക പദവികളെ ദൈവനിയോഗമായി പരിഗണിക്കുന്നതുകൊണ്ട് പൈശാചിക നിയമങ്ങൾ എളുപ്പത്തിൽ കാനോൻ നിയമങ്ങളായി അംഗീകരിക്കപ്പെടും. അതായത് കത്തോലിക്ക സഭയടക്കം ഇന്നത്തെ ക്രൈസ്തവ സമൂഹങ്ങളുടെ എല്ലാം കാനോൻ നിയമങ്ങളിൽ ഭൂരിപക്ഷവും സാത്താൻ്റെ നിയമങ്ങളാണ്. സഭകളിൽ ഇന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നിയമപരിഷ്കരണങ്ങൾ കാണുമ്പോൾ ഇത് നിയമനിഷേധിയുടെ ആഗമനത്തിനുള്ള കളമൊരുക്കലായി നാം മനസ്സിലാക്കണം. ദൈവിക നിയമങ്ങളെ സംബന്ധിച്ചും അവയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അറിവുണ്ടായിരിക്കുക എന്നതാണ് ഇവിടെ പരമപ്രധാനം. നിയമനിഷേധിയുടെ ആഗമനം തിരിച്ചറിയാൻ ഇത് അനിവാര്യമാണ്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ കാലഹരണപ്പെട്ടു എന്ന പ്രബോധനവുമായി പല പണ്ഡിത വേഷധാരികളും രംഗത്തുള്ളത് നമുക്കറിയാം. നിയമനിഷേധിയുടെ ദുരാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് അക്കൂട്ടർ. മോശയിലൂടെ നൽകപ്പെട്ട ദൈവിക നിയമങ്ങളുടെ മാഹാത്മ്യത്തെക്കുറിച്ച് മോശ തന്നെ നൽകിയ സാക്ഷ്യം കൂടാതെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശുവായും സാക്ഷ്യം നൽകിയിട്ടുണ്ട്. ആദ്യം മോശയുടെ സാക്ഷ്യം എന്താണെന്ന് നോക്കുക. ഇതാ, നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന രാജ്യത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് എൻ്റെ ദൈവമായ യാഹ്വേ എന്നോട് കൽപ്പിച്ച പ്രകാരം അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ യാഹ്വേ നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിപൂർണമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേതു ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? നിയമഗ്രന്ഥം
4-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മോശ നൽകുന്ന ഈ മുന്നറിയിപ്പ് കൂടി ശ്രദ്ധിക്കുക. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ യാഹ്വയുടെ കൽപ്പനകൾ അനുസരിക്കുവിൻ. നിയമഗ്രന്ഥം 4-ാം അധ്യായം 2-ാം വാക്യം. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങൾ അനുസരിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ബാധ്യതയുണ്ടോ എന്നറിയാൻ യേശുവയുടെ വാക്കുകൾ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്ക് യേശുവയാണ്. മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് യേശുവ അരുളി ചെയ്തിരിക്കുന്നത് നോക്കുക. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നു പോകുന്നത് വരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവസാന വാക്കാണിത്. പണ്ഡിത വേഷത്തിൽ വന്ന് വിശ്വാസികളെ നിയമനിഷേധത്തിന് പ്രേരിപ്പിക്കുകയും നിയമപരിഷ്കരണങ്ങളിലൂടെ സഭകളെ സാത്താൻ്റെ ഗുഹകളാക്കി മാറ്റുകയും ചെയ്യുന്നവരെ കരുതിയിരിക്കണമെന്നും യേശുവ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യേശുവയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരിസേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യം. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും സ്ഥാനത്താണ് തങ്ങളെന്ന് വാദിക്കുന്ന മെത്രാൻ സംഘത്തെ നാം കരുതിയിരിക്കണം. അവർ നിർമ്മിക്കുന്ന നീതിരഹിതവും അധാർമികവും മ്ലേച്ഛവുമായ നിയമങ്ങളെ അവജ്ഞയോടെ തള്ളിക്കളയുകയും വേണം. എന്തെന്നാൽ നിയമനിഷേധിയുടെ ദുരാത്മാവാണ് അവരിൽ കുടികൊള്ളുന്നത്. നിയമങ്ങളെ ദുർബലപ്പെടുത്താനോ അസ്ഥിരപ്പെടുത്താനോ മാറ്റിമറിക്കാനോ നടത്തുന്ന ഏതൊരു ശ്രമത്തിൻ്റെയും പിന്നിൽ നിയമനിഷേധിക്ക് വേണ്ടിയുള്ള വിടുവേല നാം തിരിച്ചറിയണം. ദൈവം വെറുക്കുന്ന കാര്യങ്ങളെയാണ് നിയമം മൂലം അവിടുന്ന് നമുക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നത്. അതായത് ദൈവം ഇഷ്ടപ്പെടുന്നതെന്തെന്നും ദൈവം വെറുക്കുന്നതെന്തെന്നും മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ മതി. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അശുദ്ധിയിൽ വ്യാപരിക്കാൻ അവിടുത്തേക്ക് സാധിക്കില്ല എന്നതാണ് അടിസ്ഥാനപരമായി നാം അറിഞ്ഞിരിക്കേണ്ട സത്യം. ദൈവത്തിന് നമ്മോടൊപ്പം വസിക്കണമെങ്കിൽ നമ്മുടെ ഇടയിൽ അവിടുന്ന് വെറുക്കുന്നതൊന്നും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധരുടെ കൂട്ടായ്മയായ സഭയിൽ ദൈവം വെറുക്കുന്ന മ്ലേച്ഛതകൾ പ്രത്യക്ഷപ്പെട്ടാൽ ആ സഭയോടൊപ്പം ദൈവത്തിൻ്റെ സംരക്ഷണമോ സാന്നിധ്യമോ ഉണ്ടായിരിക്കില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്തിടത്തോളം കാലം സഭാംഗങ്ങൾ അരക്ഷിതാവസ്ഥയിൽ തന്നെയാണ്. ഈ അരക്ഷിതാവസ്ഥയിൽ സഭ എത്തിച്ചേരുമ്പോൾ മാത്രമേ സാത്താന് അതിനെ തകർക്കാൻ കഴിയുകയുള്ളൂ. ദൈവം കൂടെയുണ്ട് എന്ന ധാരണയിൽ മുന്നോട്ട് പോവുകയും യഥാർത്ഥത്തിൽ അവിടുന്ന് കൂടെ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അരക്ഷിതാവസ്ഥയുടെ ഏറ്റവും മാരകമായ തലം. ഈ തലത്തിൽ ക്രൈസ്തവരെ എത്തിക്കുക എന്ന ടാർഗറ്റ് ഇപ്പോൾ തന്നെ സാത്താൻ അച്ചീവ് ചെയ്തു കഴിഞ്ഞു. ഇത് ദാനിയേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഒന്നൊഴിയാതെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും ഈ അരക്ഷിതാവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേർന്നുവെന്നത് നാം ഗൗരവമായി ചിന്തിക്കണം. മാത്രവുമല്ല, ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള മാർഗവും നാം കണ്ടെത്തണം. അതെ, ക്രൈസ്തവ സമൂഹങ്ങൾ എങ്ങനെ അരക്ഷിതാവസ്ഥയിൽ അകപ്പെട്ടു എന്നതിനെക്കുറിച്ചും ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ എന്താണ് പോംവഴി എന്നതുമാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. ദാനിയേൽ പ്രവചനം നാം ഓർക്കേണ്ടത് ഇവിടെയാണ്. ക്രൈസ്തവരെ അരക്ഷിതാവസ്ഥയിൽ എത്തിച്ച തെറ്റാവരവും അപ്രമാദിത്യ അധികാരവും. അപ്രമാദിത്യം, തെറ്റാവരം എന്നീ ദുരൂഹ പദങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ ഭൂമിയിൽ ആർക്കും തെറ്റാവരമോ അപ്രമാദിത്യ അധികാരമോ ഇല്ല എന്നതാണ് ആ സത്യം.
സഭയുടെ ഏക പരമാധികാരി യേശുവയാണ്. സഭയിലെ അംഗങ്ങൾ ഓരോരുത്തരും വിവിധങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവരാരും സഭയുടെ പരമാധികാരികളല്ല. യേശുവ മുൻകൂട്ടി കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച് തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ള സേവകർ മാത്രമാണ് അവരെല്ലാം. ക്രിസ്തുവിൻ്റെ സഭയിൽ ഒരാളെ ചേർക്കുന്നത് യേശുവായതുകൊണ്ട് തന്നെ സഭയിൽ നിന്ന് ഒരുവനെ പുറത്താക്കാൻ ഒരു മനുഷ്യനും അവകാശമില്ല എന്നതാണ് മറ്റൊരു സത്യം. ഒരുവനെ സഭയുടെ കൂട്ടായ്മയിൽ ചേർക്കുന്നത് ആരാണെന്ന് നോക്കുക. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാകുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ യേശുവ അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 47-ാം വാക്യം. രക്ഷ പ്രാപിക്കുന്നവരെ സഭാസമൂഹത്തിലേക്ക് ചേർക്കുന്നത് യേശുവായാണെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യേശുവായാണ് ഒരുവനെ സഭയിൽ ചേർക്കുന്നതെങ്കിൽ അവനെ പുറത്താക്കാൻ മനുഷ്യർക്ക് സാധിക്കുമോ? യേശുവ തന്നെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വാക്യം. തൻ്റെ അടുക്കൽ വരുന്ന ആരെയും താൻ തള്ളിക്കളയുകയില്ലെന്ന് യേശുവ പ്രഖ്യാപിച്ചിരിക്കുന്നു. യേശുവയുടെ നിയമത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഒരുവനു സഭയിൽ തുടരാൻ സാധിക്കും. എന്നാൽ യേശുവയെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളുടെ പിന്നാലെ പോകുകയോ അവിടുത്തെ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്യുന്ന ഏതൊരുവനും സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെയുള്ളവരെ ആരും പുറത്താക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അവർ സ്വാഭാവികമായും സഭയ്ക്ക് പുറത്താണ്. അതായത് ഒരുവൻ സ്വമേധയാ വിശ്വാസം ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ അവൻ രക്ഷയിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ. യേശുവയുടെ സഭ എന്നാൽ രക്ഷയിലേക്ക് കടന്നു വന്നവരുടെ കൂട്ടായ്മയാണ്. യേശുവയുടെ വചനത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം ഓരോരുത്തരും അവിടുത്തെ ശിഷ്യന്മാരുമാണ്. ഇത് ശ്രദ്ധിക്കുക. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശുവ പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം. വചനത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അവർക്ക് ശിഷ്യന്മാരായിരിക്കാൻ സാധിക്കില്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്രമാദിത്യ അധികാരം, തെറ്റാവരം എന്നതൊക്കെ വെറും കാൽപ്പനിക പദവികൾ മാത്രമാണ്. വിശ്വാസികളെ തങ്ങളുടെ കീഴാളന്മാരായി നിലനിർത്താൻ 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ പദവികൾ. അപ്പസ്തോലന്മാരുടെ തലവനായ കേഫായുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കേഫ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ആർക്കും യേശുവയുടെ സഭയിൽ തുടരാൻ സാധിക്കില്ല. സ്വവർഗഭോഗികൾ യേശുവയുടെ സഭയിൽ അംഗങ്ങളാണെന്ന് പറയുന്നവർക്ക് അവിടുത്തെ സഭയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയായിരിക്കുന്ന യേശുവ മോശയിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വവർഗഭോഗവും മൃഗവേഴ്ചയും മ്ലേച്ഛതയാണെന്നാണ്. ഈ നിയമം നോക്കുക. സ്ത്രീയോട് കൂടെ എന്ന പോലെ പുരുഷനോട് കൂടെ നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ അശുദ്ധരാക്കരുത്, അത് ലൈംഗിക വൈകൃതമാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഈ നിയമം പരസ്യമായി ലംഘിച്ചുകൊണ്ട് സഭയിൽ ആർക്കെങ്കിലും തുടരാൻ സാധിക്കുമോ? ഇവർക്ക് മാത്രമല്ല, ഇവരെ പിന്തുണയ്ക്കുകയോ ന്യായീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരുവനും സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. സഭയിലെ അംഗങ്ങളെക്കുറിച്ച് സഭാശ്രേഷ്ഠൻ പറയുന്നത് നോക്കുക. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. കേഫ എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം.
സഭയിലേക്ക് ചേർക്കപ്പെട്ടവരെക്കുറിച്ച് പൗലോസ് പറയുന്നത് കൂടി ശ്രദ്ധിക്കുക. സിയോൻ മലയിലേക്കും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരുശലേമിലേക്കും അസംഖ്യം ദൂതന്മാരുടെ സമൂഹത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദ്യജാതന്മാരുടെ സമൂഹത്തിലേക്കും സഭയിലേക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപൻ്റെ മുൻപിലേക്കും പരിപൂർണരാക്കപ്പെട്ട നീതിമാന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശുവായുടെ സവിധത്തിലേക്കും ആബേലിൻ്റെ രക്തത്തേക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന തളിക്കപ്പെട്ട രക്തത്തിലേക്കുമാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. കേഫായോ സഹ അപ്പസ്തോലന്മാരിൽ ആരെങ്കിലുമോ നിയമങ്ങൾ നിർമ്മിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ വചനത്തിന് വിരുദ്ധമായതോ മോശയിലൂടെ നൽകപ്പെട്ട നിയമങ്ങളെ അപ്രസക്തമാക്കുന്നതോ ആയ ഒരു പ്രബോധനവും ഇവർ നൽകിയിട്ടില്ല എന്നതും നാം ശ്രദ്ധിക്കണം. അപ്പസ്തോലന്മാരുടെ തലവനായി യേശുവായാൽ നിശ്ചയിക്കപ്പെട്ട കേഫ ഒരിക്കലും തനിക്ക് തെറ്റാവരമുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടില്ല. കാരണം മനുഷ്യർക്ക് തെറ്റുപറ്റുമെന്ന യാഥാർത്ഥ്യം കേഫായും സഹ അപ്പസ്തോലന്മാരും മനസ്സിലാക്കിയിരുന്നു. കേഫായിൽ തെറ്റു കണ്ടപ്പോൾ പൗലോസ് അത് ചൂണ്ടിക്കാണിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. അതിൻ്റെ പേരിൽ പൗലോസിനെ ആരും സഭയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. മറിച്ച് കേഫ തൻ്റെ തെറ്റ് തിരുത്താനുള്ള എളിമ കാണിച്ചു. യഥാർത്ഥ നേതാവിൻ്റെ അടയാളം ഇതാണ്. മാത്രവുമല്ല, തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ല അവർ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായത്. സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടവർക്ക് അപ്രമാദിത്യവും തെറ്റാവരവുമൊക്കെ ആയുധങ്ങളായി പരിഗണിക്കേണ്ടി വരും. ഒരു കാര്യം ഇവിടെ പ്രത്യേകമായി അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ സഭ നിയമനിർമ്മാണ സഭയല്ല, നിയമനിർവഹണ സഭയാണ്. യേശുവ സ്ഥിരീകരിച്ചുറപ്പിച്ച നിയമങ്ങളും പ്രബോധനങ്ങളും സഭയിൽ പഠിപ്പിക്കുക എന്നതാണ് അപ്പസ്തോലിക ദൗത്യം. യേശുവായുടെ സഭയ്ക്ക് 280 വയസ്സാകുന്നതുവരെ നിയമനിർമ്മാണങ്ങളോ നിയമപരിഷ്കരണങ്ങളോ സഭയിൽ നടന്നിട്ടില്ല. കാരണം അന്ന് സഭയെ നയിച്ചിരുന്നത് യേശുവായുടെ ആത്മാവായിരുന്നു. ക്രിസ്തുവിൻ്റെ സഭയുടെ നിയന്ത്രണം കോൺസ്റ്റന്റൈൻ ഏറ്റെടുത്തതിന് ശേഷമാണ് സഭയിൽ നിയമനിർമ്മാണങ്ങളും പരിഷ്കരണങ്ങളും ആരംഭിച്ചത്. ദൈവത്താൽ സ്ഥാപിതമായ നിയമങ്ങൾ നീക്കം ചെയ്യുകയും അവയ്ക്കുപരി തങ്ങളുടെ അഭിരുചിക്കിണങ്ങിയ നിയമങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നതിനായി കണ്ടെത്തിയ മാർഗമാണ് തെറ്റാവരം എന്ന വചനവിരുദ്ധ ആശയം. ഇന്നും അനേകർ ഈ പൈശാചിക ആശയത്തിൻ്റെ അടിമകളായി കത്തോലിക്ക സഭയിലുണ്ട്. തങ്ങളുടെ ആത്മീയ ആചാര്യന്മാരെ നയിക്കുന്നത് നിയമനിഷേധിയുടെ ആത്മാവാണെന്ന് ഈ അടിമകൾ അറിയുന്നില്ല. അത്രമാത്രം ആഴത്തിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിയമനിഷേധിയുടെ ആത്മാവിന് സാധിച്ചുവെന്നതാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. യേശുവ അരുളി ചെയ്ത വചനങ്ങൾ പോലും വിശ്വാസികളിൽ നിന്ന് മറച്ചു വയ്ക്കപ്പെട്ടു. മാത്രവുമല്ല, തങ്ങളുടെ സ്ഥാനങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതിനായി യേശുവായുടെ വചനങ്ങളെ അവർ വളച്ചൊടിച്ചു. ഇത്തരത്തിൽ വളച്ചൊടിക്കപ്പെട്ട ഒരു വചനം ശ്രദ്ധിക്കുക. നിയമജ്ഞരും ഫരിസേയരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നത് പ്രവർത്തിക്കുന്നില്ല. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 23-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മോശയുടെ പീഠം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മോശയിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ്. മറിച്ച് മോശ ഏതെങ്കിലും പീഠത്തിൽ ഇരുന്നതായി നമുക്കറിയില്ല. എന്നാൽ മോശ അറിയപ്പെടുന്നത് നിയമങ്ങളുടെ പേരിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മോശയുടെ പീഠത്തിൽ ഇരിക്കുകയെന്നാൽ മോശയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ട നിയമങ്ങൾ അനുസരിക്കാൻ ദൈവജനത്തെ പഠിപ്പിക്കുക എന്നതാണ്. മോശയുടെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന നിയമജ്ഞരുടെയും പരിസയരുടെയും വാക്കുകൾ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് യേശുവ ഇവിടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മോശയുടെ നിയമങ്ങൾക്ക് പകരം തങ്ങളുടെ യുക്തിവിചാരങ്ങൾക്ക് ഇണങ്ങിയ വിധം പരുവപ്പെടുത്തിയ നിയമങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഇവരെ അനുസരിക്കാൻ നമുക്ക് ബാധ്യതയില്ല. യേശുവ തന്നെയാണ് ഇക്കാര്യം നമുക്ക് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്.
യേശുവ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. അവരെ വിട്ടേക്കൂ, അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 15-ാം അധ്യായം 14-ാം വാക്യം. മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവർ എന്ന് യേശുവ പറഞ്ഞ ഫരിസേയരെക്കുറിച്ചാണ് ഈ മുന്നറിയിപ്പും അവിടുന്ന് നൽകിയിരിക്കുന്നത്. നിയമജ്ഞരെയും ഫരിസേയരെയും കുറിച്ച് യേശുവ അരുളി ചെയ്ത മറ്റൊരു വചനം നോക്കുക. യേശുവ പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 16-ാം അധ്യായം 6-ാം വാക്യം. ഈ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ശിഷ്യന്മാർക്ക് സാധിച്ചില്ല എന്ന് മനസ്സിലാക്കിയ യേശുവ തൻ്റെ വചനത്തിന് വിശദീകരണവും നൽകി. വിശദീകരണം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചതെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഫരിസേയരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പത്തിൻ്റെ പുളിമാവിനെ പറ്റിയല്ല, ഫരിസേയരുടെയും സദുക്കായരുടെയും പ്രബോധനത്തെപ്പറ്റിയാണ് സൂക്ഷിച്ചുകൊള്ളാൻ അവൻ അരുളി ചെയ്തതെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 16-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഇവിടെ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നവർ പറയുന്നത് അനുസരിക്കണമെന്ന് യേശുവ പറഞ്ഞപ്പോൾ അത് തങ്ങളുടെ അധികാരത്തെയും അപ്രമാദിത്വത്തെയും സ്ഥിരീകരിക്കുന്ന പ്രഖ്യാപനമായി പരിഗണിക്കുകയും അവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പിനെ സൗകര്യപൂർവ്വം അവഗണിക്കുകയും ചെയ്യുന്നതാണ് അഭിനവ നിയമജ്ഞരുടെ കൗശലം. ഇവിടെ നാം സ്വീകരിക്കേണ്ട നിലപാട് സൂക്ഷ്മതയുള്ളതായിരിക്കണം. യേശുവ സ്ഥിരീകരിച്ച നിയമങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന പ്രബോധനങ്ങളെയും നിയമ ഭേദഗതികളെയും അപ്പാടെ തള്ളിക്കളയാനുള്ള വിവേകമാണ് നാം ഇവിടെ പുലർത്തേണ്ടത്. അല്ലാത്തപക്ഷം വിനാശകരമായ മ്ലേച്ഛതകൾ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ അതിനെ ദൈവത്തിൻ്റെ തിരുവിഷ്ടമായി പരിഗണിക്കുന്ന സാഹചര്യമുണ്ടാകും. പുരാതന ഇസ്രായേൽ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടതും അവരുടെ ദൈവാലയം ശത്രുക്കൾ നശിപ്പിച്ചതും നമുക്ക് മുൻപിൽ ദൃഷ്ടാന്തമായി ഉണ്ട്. അവരുടെ നിയമജ്ഞരും നേതാക്കന്മാരും നടപ്പിലാക്കുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളായി അവർ തെറ്റിദ്ധരിച്ചു. പിതാക്കന്മാരുടെ വഴിപിഴച്ച പാരമ്പര്യങ്ങളെ ആചാരങ്ങളായി സ്വീകരിക്കുകയും ചെയ്തു. അതിന് അവർക്ക് കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. പുരാതന ഇസ്രായേലിൽ അന്ന് സംഭവിച്ചത് തന്നെയാണ് ഇന്ന് ആധുനിക ഇസ്രായേലായ നമ്മുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയുടെ സാങ്കേതിക നേതൃത്വം മ്ലേച്ഛന്മാർ കൈയടക്കിയാൽ സഭയിൽ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടും. അതുപോലെ തന്നെ അധാർമിക നിയമങ്ങൾ കാനോനുകളായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് സഭയുടെ സാങ്കേതിക നേതൃത്വം അധമ സംഘത്തിൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യമാണ്. നിയമനിഷേധിയുടെ ആഗമനത്തിന് വഴിയൊരുക്കുന്ന നിയമനിർമ്മാണങ്ങൾ ആധുനിക ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം കാണാതെ പോകരുത്. മാത്രവുമല്ല, വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമത്തിൽ നിന്ന് സകല മനുഷ്യരെയും വേർപ്പെടുത്തുക എന്നതാണ് വൺ വേൾഡ് ഓർഡറിലൂടെ നിയമനിഷേധി ലക്ഷ്യമിടുന്നത്. മറിച്ച് നിയമം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതല്ല. അതായത് നിയമനിഷേധം എന്നത് ലോകത്തിൻ്റെ പൈശാചിക നിയമങ്ങളെ നിഷേധിക്കുന്ന അവസ്ഥയാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. നിയമനിഷേധം എന്നത് ദൈവത്തിൻ്റെ നിയമങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണ്. ലോകാരംഭം മുതൽ ലോകത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമത്തിനെതിരായിരുന്നു. ലോകമുള്ള കാലത്തോളം അത് അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ ക്രിസ്തുവിൻ്റെ സഭയുടെ അഭിനവാചാര്യന്മാർ ദൈവത്തിൻ്റെ നിയമങ്ങൾക്കെതിരെ നിയമനിർമ്മാണങ്ങൾ ആരംഭിക്കുമ്പോൾ അത് യുഗാന്ത അടയാളമായി നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. കാരണം സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടാൻ പാടില്ലെന്ന് പ്രഖ്യാപിച്ച യേശുവയാണ് സഭയുടെ ഏക പരമാധികാരി. യേശുവ മുദ്രയിട്ടുറപ്പിച്ച നിയമങ്ങളെ അംഗീകരിക്കാത്ത സകലരും സഭയ്ക്ക് പുറത്താണ്. ഈ ലോകത്തുള്ള ഒരു സംഘടനയിൽ അംഗമാകണമെങ്കിൽ പോലും ആ സംഘടനയുടെ നിയമാവലികൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വിശ്വാസവും കൂറും പ്രഖ്യാപിച്ചാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ പൗരത്വം ഒരുവന് ലഭിക്കുകയുള്ളൂ. രാഷ്ട്രീയ സംഘടനകളിലും മതങ്ങളിലും അംഗങ്ങളായി തുടരണമെങ്കിലും ഇത് ബാധകമാണ്.
മനുഷ്യനിർമ്മിത മതങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും നിയമങ്ങൾ മനുഷ്യനിർമ്മിതമായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവയിൽ ഭേദഗതികൾ വരുത്താൻ മനുഷ്യർക്ക് അവകാശമുണ്ട്. 2/3 ഭൂരിപക്ഷത്തോടെ മനുഷ്യനിർമ്മിത നിയമങ്ങളിൽ ഭേദഗതികൾ സാധ്യമാണ്. എന്നാൽ ദൈവം നിർമ്മിച്ച നിയമങ്ങളിൽ ഭേദഗതികൾ വരുത്താൻ ഭൂമിയിലെ ഏതെങ്കിലും മനുഷ്യനോ ഏതെങ്കിലും പ്രഭുത്വങ്ങൾക്കോ അധികാരമില്ല. കാരണം ക്രിസ്തീയ നിയമങ്ങൾ മനുഷ്യനിർമ്മിതമല്ല, മറിച്ച് ദൈവം തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് എഴുതിയവയാണ്. മോശയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഹോറബിൽ നിങ്ങളുടെ ദൈവമായ യാഹ്വേയുടെ മുൻപിൽ നിങ്ങൾ നിന്ന ദിവസം യാഹ്വേ എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എൻ്റെ മുൻപിൽ വിളിച്ചുകൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എൻ്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. നിങ്ങൾ അടുത്തു വന്ന് പർവ്വതത്തിൻ്റെ അടിവാരത്ത് നിന്നു. ആകാശത്തോളം ഉയർന്ന അഗ്നിയിൽ പർവ്വതം ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് യാഹ്വേ നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തൻ്റെ ഉടമ്പടി അവൻ നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പലകകളിൽ അവൻ അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ യാഹ്വേ അന്ന് എന്നോട് കൽപ്പിച്ചു. നിയമഗ്രന്ഥം 4-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. സമസ്തവും നിറവേറുവോളം നിലനിൽക്കുമെന്ന് യേശുവ പ്രഖ്യാപിച്ചത് ഈ നിയമങ്ങളെക്കുറിച്ചാണ്. കൽപ്പലകകളിൽ നിയമങ്ങൾ എഴുതിയ യാഹ്വേ തന്നെയാണ് യേശുവ. 33 വർഷങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച യേശുവ ഇന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും കൈയാളുന്ന ദൈവമാണ്. അവന് മാതാവോ പിതാവോ വംശാവലിയോ ഇല്ല. ആരംഭമോ അവസാനമോ ഇല്ലാത്ത ദൈവം നിർമ്മിച്ച നിയമങ്ങളിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള വിഫല ശ്രമമാണ് കൃമിയും കീടവുമായ ചില മനുഷ്യർ നടത്തുന്നത്. മാറുന്ന മനുഷ്യനും മാറ്റമില്ലാത്ത ദൈവവും. ദൈവം നിയമങ്ങൾ നിർമ്മിച്ചത് തൻ്റെ സ്വഭാവത്തിന് ചേർന്ന വിധമാണ്. ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവിക നിയമങ്ങളിലും പരിശുദ്ധി ദർശിക്കാൻ കഴിയും. എന്തെന്നാൽ ദൈവത്തെപ്പോലെ ദൈവമക്കളും പരിശുദ്ധരായിരിക്കേണ്ടതിനാണ് അവിടുന്ന് നിയമങ്ങൾ നൽകിയത്. കേഫായുടെ ഉപദേശം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. കേഫ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. പരിശുദ്ധനായ ദൈവത്തിന് നമ്മോടൊത്ത് വസിക്കണമെങ്കിൽ നമ്മിൽ അശുദ്ധമായതൊന്നും ഉണ്ടാകാൻ പാടില്ല. അശുദ്ധി നിലനിൽക്കുന്നിടത്ത് ദൈവത്തിന് വസിക്കാനോ സന്ദർശിക്കാൻ പോലുമോ സാധിക്കില്ല എന്നതും അനുഭവത്തിലൂടെ തെളിയിക്കപ്പെട്ടതാണ്. ആഖാൻ എന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന നിഷിദ്ധ വസ്തുക്കൾ മൂലം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തന്നെ അകന്നുപോയ പരിശുദ്ധനാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിന് അന്നും ഇന്നും ഒരേ സ്വഭാവം തന്നെയാണ്. മനുഷ്യൻ്റെ സ്വഭാവം മാറുന്നതിനനുസരിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കുക. യേശുവ മശിയാഹ് ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മാറ്റം സംഭവിച്ചാൽ മാത്രമേ അവിടുത്തെ നിയമങ്ങളിൽ മാറ്റമുണ്ടാകുകയുള്ളൂ. ദൈവമായ യാഹ്വയുടെ പരിശുദ്ധിക്ക് ഒരിക്കലും മാറ്റമില്ലാത്തതുപോലെ അവിടുത്തെ പരിശുദ്ധിക്ക് യോജിച്ച വിധം അവിടുന്ന് പ്രഖ്യാപിച്ച നിയമങ്ങളിലും മാറ്റങ്ങളുണ്ടാകില്ല. മ്ലേച്ഛതയെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് മ്ലേച്ഛതയും ലൈംഗിക വൈകൃതമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ലൈംഗിക വൈകൃതവുമാണ്. യാഹ്വേ ഒരിക്കലും വ്യാജം പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യത്തെ ഓർത്ത് അവിടുന്ന് അനുദപിക്കുകയുമില്ല. ഈ വചനം ശ്രദ്ധിക്കുക. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കാൻ അവൻ മനുഷ്യപുത്രനുമല്ല. പറഞ്ഞത് അവൻ ചെയ്യാതിരിക്കുമോ?
പറഞ്ഞത് നിറവേറ്റാതിരിക്കുമോ? സംഖ്യാപുസ്തകം 23 അധ്യായം 19 വാക്യം. യാഹ്വേ തന്നെയാണ് യേശുവ. അതുകൊണ്ട് തന്നെ യേശുവ സ്ഥിരീകരിച്ച നിയമങ്ങൾ അവിടുന്ന് പിൻവലിക്കുകയുമില്ല. അതിനാൽ മനുഷ്യരിൽ ആരെങ്കിലും അതിന് ശ്രമിക്കുന്നുവെങ്കിൽ അവരെ നയിക്കുന്നത് നിയമനിഷേധിയുടെ ദുരാത്മാവാണെന്ന് നാം തിരിച്ചറിയണം. യേശുവ ആരാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു വചനം ശ്രദ്ധിക്കുക. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ഒന്നാമനും ഒടുവിലത്തവനും, ആദിയും അന്തവും. വെളിപാടിൻ്റെ പുസ്തകം 22 അധ്യായം 13 വാക്യം. തൻ്റെ വചനം കഠിനമാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ തന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും തൻ്റെ നിലപാടിൽ നിന്ന് ഒരു ചുവട് പോലും പിന്നോട്ട് പോകാത്തവനാണ് യേശുവ. അവശേഷിച്ചത് 12 ശിഷ്യന്മാർ മാത്രമായിരുന്നു. ബൈബിളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക. ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശുവ 12 പേരോടുമായി ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? യോഹന്നാൻ അറിയിച്ച യേശുവയുടെ സുവിശേഷം 6 അധ്യായം 66 67 വാക്യങ്ങൾ. തൻ്റെ കൂടെ അവശേഷിച്ച 12 പേരെ തന്നോടൊപ്പം നിലനിർത്തേണ്ടതിനായി യേശുവ തൻ്റെ വചനങ്ങൾ മയപ്പെടുത്തിയില്ല. മറിച്ച് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ എന്നാണ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചത്. പ്രബോധനങ്ങളിലോ നിയമങ്ങളിലോ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ദൈവം ഒരിക്കലും തയ്യാറായിട്ടില്ല. പരിശുദ്ധിയിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ ദൈവം ദൈവമല്ലാതായി മാറും. മനുഷ്യൻ അധപ്പതിക്കുന്നതിനനുസരിച്ച് ദൈവവും അധപ്പതിക്കുമോ? നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. മനുഷ്യൻ്റെ അധപ്പതനത്തിന് അനുസരണമായി ദൈവവും അധപ്പതിക്കുമോ? പുരോഗമനമെന്ന് മനുഷ്യൻ പറയുന്നതെല്ലാം യഥാർത്ഥത്തിൽ ധാർമ്മികമായ അധപ്പതനമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ നിയമങ്ങൾ അപരിഷ്കൃതമാണെന്ന വാദമുയർത്തിയാണ് മനുഷ്യൻ അവ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. തങ്ങളുടെ ധാർമ്മിക അധപ്പതനത്തെ പുരോഗമനമെന്ന് വിളിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സഹസ്രാബ്ദങ്ങളായി മാനവരാശി നിലനിന്നത് കുടുംബം എന്ന സംവിധാനം നിലനിന്നിരുന്നത് കൊണ്ടാണ്. പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെടുകയും സന്തതികളെ ജനിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് മാനവരാശി നിലനിന്നു. ദൈവത്തിൽ നിന്ന് നിയമം ലഭിക്കാത്ത സമൂഹങ്ങൾ പോലും വിവാഹത്തെ മാന്യമായി പരിഗണിച്ചു. സ്വവർഗ വിവാഹത്തെ മ്ലേച്ഛതയായി കാണാൻ വിജാതീയ മതങ്ങൾ പോലും തയ്യാറായി. എന്നാൽ നിയമനിഷേധിയുടെ സ്വാധീനം ലോകത്ത് ശക്തമായപ്പോൾ എല്ലാ ദൈവിക സംവിധാനങ്ങൾക്കും എതിരായി നിയമനിർമ്മാണങ്ങൾ ആരംഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. സ്വവർഗ വിവാഹത്തിന് ലോകം അനുമതി നൽകുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. കാരണം ലോകം എപ്പോഴും ദൈവത്തിനെതിരായിരിക്കുമെന്ന് നാം കണ്ടതാണ്. ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ അനുഗമിക്കുകയും ചെയ്യുന്നവരുടെ സംഖ്യ വലുതായിരുന്നപ്പോൾ ദൈവത്തിനെതിരെ നിയമങ്ങൾ നിർമ്മിക്കാൻ ലോകത്തിന് പരിമിതികളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ സംഖ്യ കുറയുന്നതിനനുസരിച്ച് ലോകത്തിന് ദൈവിക നിയമങ്ങളെ എതിർക്കാനുള്ള ശക്തി വർദ്ധിക്കും. യേശുവായുടെ പുനരാഗമനം ത്വരിതപ്പെടുമ്പോൾ ദൈവവിശ്വാസികളുടെ എണ്ണം ക്രമാതീതമായി കുറയുമെന്നതാണ് ബൈബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സത്യം. യേശുവ വേദനയോടെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ലൂക്ക അറിയിച്ച യേശുവയുടെ സുവിശേഷം 18 അധ്യായം 8 വാക്യം. യേശുവയുടെ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ അത് വ്യക്തമാകും. ദൈവവിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ പോലും യഥാർത്ഥ ദൈവഭക്തരല്ല എന്നതാണ് യാഥാർത്ഥ്യം. ദൈവഭക്തരെന്ന് അവകാശപ്പെടുകയും ദൈവിക നിയമങ്ങളെ വെറുക്കുകയും ചെയ്യുന്നവരെ യഥാർത്ഥ വിശ്വാസികളായി പരിഗണിക്കാൻ കഴിയുമോ? ഭൂമിയിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും സത്യ ദൈവത്തിനെതിരായിരിക്കുമ്പോൾ ലോകത്തിൻ്റെ നിയമങ്ങൾ ദൈവത്തിനെതിരാകുന്നത് ഒരു സ്വാഭാവിക പ്രതിഭാസമായി പരിഗണിക്കുന്നത് പോലെയല്ല ക്രൈസ്തവ സമൂഹങ്ങളുടെ കാര്യം. എന്തെന്നാൽ
ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സമൂഹങ്ങൾ ദൈവിക നിയമങ്ങൾക്കെതിരെ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. സാത്താനെയും ഈ ലോകത്തെയും പ്രീതിപ്പെടുത്താൻ ദൈവത്തിൻ്റെ നിയമങ്ങളെ പൊളിച്ചെഴുതുന്ന രീതി ക്രൈസ്തവ സഭകളിൽ ആരംഭിച്ചത് ഇന്നോ ഇന്നലെയോ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. സഭയുടെ നിയന്ത്രണം കോൺസ്റ്റന്റൈൻ ഏറ്റെടുത്ത കാലം മുതൽ ഓരോ ഘട്ടങ്ങളിലും നിയമപരിഷ്കരണങ്ങളും നിയമനിർമ്മാണങ്ങളും നടന്നിട്ടുണ്ടെന്ന് പ്രാരംഭത്തിൽ നാം കണ്ടു. വിജാതീയരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുതെന്ന നിയമം നിലനിൽക്കെ വിജാതീയരുമായുള്ള വിവാഹങ്ങൾ പള്ളിയിൽ വെച്ച് നടത്തിക്കൊടുത്തുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്നവരാണ് കത്തോലിക്ക ആചാര്യന്മാർ. ക്രൈസ്തവ സമൂഹങ്ങളിൽ നിയമനിഷേധികളുടെ സംഖ്യ വർദ്ധിച്ചുവെന്നും തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ക്രൈസ്തവ സമൂഹങ്ങളിൽ ജനിക്കേണ്ടി വന്ന അവിശ്വാസികളെ കൊണ്ട് ഈ സമൂഹങ്ങൾ നിറഞ്ഞുവെന്നും നാം ഇവിടെ തിരിച്ചറിയണം. മ്ലേച്ഛതയും വിനാശവും. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ദൈവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അത് അവിടെ നിൽക്കും. ദാനിയേലിൻ്റെ പ്രവചന ഗ്രന്ഥം 9-ാം അധ്യായം 27-ാം വാക്യം. ക്രിസ്തുവിൻ്റെ സഭയാണ് യഥാർത്ഥ ദൈവാലയം. ക്രിസ്തുവിൻ്റെ സഭയാണ് ദൈവാലയമെങ്കിൽ പറക്കാനുള്ള അവയവമാണ് ചിറക്. ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കുന്നതോടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും. പറന്നുയരാനോ പറന്ന് രക്ഷപ്പെടാനോ കഴിയാത്ത അവസ്ഥയിൽ സഭയെ കെട്ടിയിടുന്ന അവസ്ഥയാണ് വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതോടെ സംജാതമാകുന്നത്. സഭയുടെ വളർച്ച അവസാനിക്കുമെന്ന് മാത്രമല്ല, പരിഹാസപാത്രമായി മാറുകയും ചെയ്യും. ഇതാണ് വിനാശകരമായ മ്ലേച്ഛത സ്ഥാപിക്കപ്പെടുന്നതോടെ സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്. മ്ലേച്ഛത എന്താണെന്നും വിനാശം എന്താണെന്നും ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയാൽ വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. യെരുശലേമിൽ തകർന്നു കിടക്കുന്ന ആലയമാണ് പ്രവചനങ്ങളിൽ പരാമർശിക്കുന്ന ദൈവാലയമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട അനേകർ ക്രൈസ്തവരുടെ ഇടയിലുണ്ട്. ശലോമോൻ പണി കഴിപ്പിച്ചതും പിന്നീട് പലപ്പോഴായി തകർക്കപ്പെടുകയും പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളതുമായ ഈ ആലയം ഇന്ന് കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർക്കപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ഈ ആലയം പുനഃസ്ഥാപിക്കപ്പെടും എന്ന മിഥ്യാധാരണയിലാണ് യഹൂദർ ജീവിക്കുന്നത്. പ്രവചനങ്ങളെ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാത്തവരുടെ തലമുറയിലെ ശേഷിപ്പാണ് ഇന്ന് നാം കാണുന്ന യഹൂദർ എന്നതുകൊണ്ട് തങ്ങളുടെ കാത്തിരിപ്പിൻ്റെ വ്യർത്ഥത അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ യഹൂദരുടെ മിഥ്യാധാരണയെ പിന്തുടരുന്നതിലെ സാങ്കത്യമാണ് മനോവയ്ക്ക് മനസ്സിലാകാത്തത്. കൂടുതൽ വിവരണത്തിന് മുതിരാതെ പ്രവചനങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന ദൈവാലയം ഏതാണെന്ന് വ്യക്തമാക്കാം. പ്രവചനങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് ശലോമോൻ നിർമ്മിച്ച ദൈവാലയമല്ല, യേശുവ നിർമ്മിക്കുന്ന ദൈവാലയമായ അവിടുത്തെ സഭയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ യെസക്കിയേൽ പ്രവചിച്ചിരിക്കുന്ന ഭാവി ദൈവാലയത്തെക്കുറിച്ച് പഠിച്ചാൽ മതി. നിലവിലുള്ള ദൈവാലയത്തെക്കുറിച്ചാണ് പ്രവചനമെങ്കിൽ ഭാവി ദൈവാലയം എന്ന് പറയുമായിരുന്നില്ല, മറിച്ച് പുനരുദ്ധാരണം എന്നേ പറയുമായിരുന്നുള്ളൂ. യെസക്കിയേൽ പ്രവചിച്ചത് യേശുവ സ്ഥാപിച്ച സഭയെക്കുറിച്ചാണ്. ഈ സഭയിലാണ് വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നത്. സഭയുടെ ചിറകിൽ വിനാശകരമായ മ്ലേച്ഛത വന്നാൽ അതോടെ സഭയുടെ വളർച്ച ഇല്ലാതാകുകയും ശിഥിലീകരണം ആരംഭിക്കുകയും ചെയ്യും. അതാണ് യേശുവ അരുളി ചെയ്ത വിശ്വാസത്യാഗം. അനേകർ വിശ്വാസം സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന വളർച്ചയുടെ കാലഘട്ടം അവസാനിച്ച് അനേകർ വിശ്വാസം ഉപേക്ഷിക്കുന്ന വിശ്വാസത്യാഗത്തിൻ്റെ കാലഘട്ടം ആരംഭിക്കുന്നതാണ് വിനാശകരമായ മ്ലേച്ഛത സ്ഥാപിക്കപ്പെടുന്നതിൻ്റെ അടയാളങ്ങളിൽ ഒന്ന്. വിശ്വാസത്യാഗത്തിൻ്റെ ഈ കാലഘട്ടത്തെക്കുറിച്ച് യേശുവ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വചനം ശ്രദ്ധിക്കുക. അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റുകൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. മത്തായി അറിയിച്ച യേശുവയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വാക്യം.
യുഗാന്തത്തിൻ്റെ അടയാളം എന്താണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായാണ് യേശുവ ഇപ്രകാരം അരുളി ചെയ്തത്. ദാനിയേൽ പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് വിനാശകരമായ മ്ലേച്ഛത പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയതും ഈ അവസരത്തിൽ തന്നെയാണ്. 15-ാമത്തെ വാക്യത്തിൽ അത് വായിക്കാൻ കഴിയും. ഇതിലൂടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും. എന്തെന്നാൽ വിനാശകരമായ മ്ലേച്ഛത പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് വിശ്വാസത്യാഗം വർദ്ധിക്കുന്നത്. അപ്പസ്തോലന്മാർ ശുശ്രൂഷ ചെയ്തിരുന്ന ആദ്യ നൂറ്റാണ്ടിൽ സഭയിലേക്ക് വിശ്വാസികൾ ദിനംപ്രതി പ്രവഹിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ദിനംപ്രതി വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നവരുടെ എണ്ണം അതിനേക്കാൾ 10 മടങ്ങാണ്. വിജാതീയ മതങ്ങളിലേക്കും നാസ്തികതയിലേക്കും അതുവഴി നിത്യനാശത്തിലേക്കും കടന്നു പോകുന്നവരുടെ സംഖ്യ യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്പിലെ, വിശിഷ്യ കിഴക്കൻ യൂറോപ്പിലെ ക്രൈസ്തവർ കൂട്ടത്തോടെ ഹിന്ദുമതത്തിലേക്ക് ചേക്കേറി നശിക്കുന്നത് ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. ക്രിസ്തുവിൻ്റെയോ ക്രിസ്തു മാർഗത്തിൻ്റെയോ പ്രസക്തി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല ഇവർ സത്യവിശ്വാസം ഉപേക്ഷിക്കുന്നത്. മറിച്ച് ക്രൈസ്തവ സഭകളുടെ ആചാര്യന്മാർ ക്രിസ്തു വൈരികളായി മാറിയതുകൊണ്ട് ആടുകളുടെ കാര്യത്തിൽ ഇവർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല. മാത്രവുമല്ല, വിജാതിയരുടെ ഇടയിൽ പോലും കാണാത്ത മ്ലേച്ഛതകൾ ക്രൈസ്തവ സഭകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതും വിശ്വാസത്യാഗത്തിന് കാരണമായി. ഈ വെളിപ്പെടുത്തൽ നോക്കുക. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴി പിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് യേശുവ. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. കാമവികാരത്തിൽ അധിഷ്ഠിതമായ ഒരു മ്ലേച്ഛതയെക്കുറിച്ച് ബൈബിളിൽ പരാമർശമുണ്ട്. അത് സ്വവർഗരതിയാണ്. വിനാശം, മ്ലേച്ഛത എന്നീ വാക്കുകളിൽ ഒന്നിനെ ഈ മാരകപാപം പ്രതിനിധീകരിക്കുന്നു. ആയതിനാൽ ദൈവം വെളിപ്പെടുത്തിയ മ്ലേച്ഛത ഏതാണെന്ന് നോക്കുക. സ്ത്രീയോട് കൂടെ എന്ന പോലെ പുരുഷനോട് കൂടെ നീ ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 22-ാം വാക്യം. സ്വവർഗരതിയാണ് മ്ലേച്ഛതയെങ്കിൽ ഈ തിന്മയുമായി വിനാശത്തിന് ബന്ധമുണ്ട് എന്നതാണ് യഥാർത്ഥ സത്യം. സോദോം ഗോമോറ ദേശങ്ങളുടെ ഇന്നത്തെ അവസ്ഥ പരിശോധിക്കുന്നവർക്ക് അത് മനസ്സിലാകും. സ്വവർഗരതി എന്ന മ്ലേച്ഛത മൂലം ആ ദേശങ്ങളെ വിനാശം ഗ്രസിച്ചു. പിന്നീട് ഇന്നുവരെ ആ ദേശങ്ങൾ പൂർവസ്ഥിതി പ്രാപിച്ചിട്ടില്ല എന്നതിലൂടെ അവയ്ക്കുമേൽ നിബന്ധിച്ചത് വിനാശമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്വവർഗരതി എന്നത് വിനാശത്തെ ക്ഷണിച്ചു വരുത്തുന്ന മ്ലേച്ഛതയാണ്. സോദോം ഗോമോറ ദേശങ്ങളെ എങ്ങനെ വിനാശം ഗ്രസിച്ചുവോ അതുപോലെ തന്നെ സ്വവർഗരതിയെ അംഗീകരിക്കുന്ന രാജ്യങ്ങളെയും സമൂഹങ്ങളെയും വിനാശം ഗ്രസിക്കും. അതെ, പൂർവസ്ഥിതി പ്രാപിക്കാത്ത വിധം അവ നശിപ്പിക്കപ്പെടും. ദൈവാലയത്തിൻ്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അല്ലാത്ത പക്ഷം തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും ഒരുപക്ഷെ വിനാശം ഗ്രസിച്ചേക്കാം. LGBTQ അഥവാ വിനാശകരമായ മ്ലേച്ഛത. LGBTQ എന്ന ചുരുക്കപ്പേര് ലോകവ്യാപകമായി പ്രചാരത്തിലുണ്ടെങ്കിലും ഇതിൻ്റെ പിന്നിലെ പൈശാചികത പൂർണ്ണതയോടെ പലർക്കും അറിയില്ല. എല്ലാ ലൈംഗിക വൈകൃതങ്ങളെയും ഒറ്റ കൊടിക്കീഴിൽ ചേർത്ത് നിർത്തി ദൈവത്തെ വെല്ലുവിളിക്കുന്ന പൈശാചിക സംഘമാണ് LGBTQ കമ്മ്യൂണിറ്റി. മ്ലേച്ഛതയെന്നും വൈകൃതമെന്നും ദൈവം പ്രഖ്യാപിച്ചിട്ടുള്ള സകല പൈശാചികതകളും LGBTQ എന്ന കൊടിക്കീഴിൽ സംഘം ചേർന്നിട്ടുണ്ട്. പുരുഷനുമായി ഇണചേരുന്ന പുരുഷനും സ്ത്രീയുമായി ഇണചേരുന്ന സ്ത്രീയും മൃഗങ്ങളുമായി വേഴ്ച നടത്തുന്ന സ്ത്രീ പുരുഷന്മാരും മാത്രമല്ല, ശവങ്ങളുമായി വേഴ്ച നടത്തുന്നവരും ലൈംഗികത ആസ്വദിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്നവരും ഈ അധമ സംഘത്തിൻ്റെ ഭാഗമാണ്.
LGBTQ എന്ന ചുരുക്കപ്പേരിൻ്റെ പൂർണ്ണരൂപം മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം വലിയ പൈശാചികതയാണ് ഇതെന്ന് വ്യക്തമാകും. LGBTQ എന്ന ചുരുക്കപ്പേരിലെ ഓരോ അക്ഷരവും ഓരോ മ്ലേച്ഛതയെ പ്രതിനിധാനം ചെയ്യുന്നു. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷുവൽ, ട്രാൻസ്സെക്ഷുവൽ, ക്വീർ അഥവാ ക്വസ്റ്റ്യനിങ് എന്നീ ലൈംഗിക വൈകൃതങ്ങളെയാണ് LGBTQ എന്ന ചുരുക്കപ്പേരിൽ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഇത് 3 തരം രതിവൈകൃതങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. LGB എന്ന ചുരുക്കപ്പേരിലാണ് അന്ന് ഈ പൈശാചിക സംഘം അറിയപ്പെട്ടിരുന്നത്. L എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത് സ്ത്രീയും തമ്മിലുള്ള രതിവൈകൃതത്തെയാണ്. പുരുഷനും തമ്മിലുള്ള രതിവൈകൃതത്തെ G എന്ന അക്ഷരം പ്രതിനിധീകരിക്കുന്നു. എന്നാൽ ബൈസെക്ഷുവലിൻ്റെ ചുരുക്കമായ B എന്ന അക്ഷരം ലിംഗഭേദം പരിഗണിക്കാത്തവരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതായത് ഇക്കൂട്ടർ സ്വർഗരതിയും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായുള്ള ലൈംഗിക ബന്ധവും ഒരേപോലെ ആസ്വദിക്കും. ഈ 3 വിഭാഗങ്ങൾ ചേരുന്ന മ്ലേച്ഛ സംഘമാണ് LGB എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ഓരോ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് ഈ പൈശാചിക സമൂഹത്തെ വിപുലപ്പെടുത്തി. ട്രാൻസ്സെക്ഷുവൽ വിഭാഗത്തെ കൂടി ചേർത്തപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ പേര് LGBT എന്നായി. ലിംഗമാറ്റം നടത്തിയവരാണ് ട്രാൻസ്സെക്ഷുവലുകൾ. ട്രാൻസ്ജെൻഡർ, ട്രാൻസ് വുമൺ എന്നിങ്ങനെ ഈ ജീവികൾ അറിയപ്പെടുന്നു. പുരുഷനായി ജനിക്കുകയും എന്നാൽ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിച്ച് ശരീരത്തിൽ രൂപമാറ്റം വരുത്തുകയും ചെയ്തവരാണ് ഇവരിൽ ഒരു വിഭാഗം. മറ്റേ വിഭാഗമാകട്ടെ സ്ത്രീയായി ജീവിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുരുഷലിംഗത്തിലേക്ക് രൂപമാറ്റം വരുത്തിയവരാണ്. ലിംഗമാറ്റം നടത്തിയവർ ജീവിതകാലം മുഴുവൻ ഹോർമോൺ പ്രയോഗം നടത്തിക്കൊണ്ടാണ് തങ്ങളുടെ പുതിയ രൂപമാറ്റത്തിൽ തുടരുന്നത്. അടുത്തതായി ഈ പൈശാചിക സംഘത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് Q എന്ന അക്ഷരമാണ്. ഏതു തരത്തിലുള്ള ലൈംഗിക ആസ്വാദനത്തിനും വ്യക്തികൾക്ക് അവകാശമുണ്ടെന്ന് വാദിക്കുന്നവരെയാണ് Q എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത്. ക്വീർ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് എന്നതിൻ്റെ ചുരുക്കമാണ് Q. പെഡോഫീലിയ, നെക്രോഫീലിയ, സുവോഫീലിയ തുടങ്ങിയ മാരക ലൈംഗിക മനോരോഗത്തിന് അടിമപ്പെട്ടവരും ഈ വിഭാഗത്തിലുണ്ട്. പെഡോഫീലിയ എന്നത് ശിശുക്കളെയും ബാലികാബാലന്മാരെയും ലൈംഗികമായി പീഡിപ്പിക്കുന്ന മനോരോഗമാണ്. മൃതദേഹങ്ങളുമായി രതിവൈകൃതത്തിൽ ഏർപ്പെടുന്ന മനോരോഗമാണ് നെക്രോഫീലിയ. മൃഗങ്ങളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന മനോരോഗത്തിന് സുവോഫീലിയ എന്ന് വിശേഷിപ്പിക്കുന്നു. മൃഗവേഴ്ചക്കാരും ശവവേഴ്ചക്കാരും മുല കുടിക്കുന്ന കുഞ്ഞിനെപ്പോലും രതിവൈകൃതങ്ങൾക്കായി ഉപയോഗിക്കാൻ മടിയില്ലാത്തവരുമായ ശപിക്കപ്പെട്ടവരുടെ സംഘത്തെയാണ് Q എന്ന അക്ഷരം പ്രതിനിധാനം ചെയ്യുന്നത്. Q എന്ന അക്ഷരവും കൂടി ചേർത്ത് വിപുലീകരിച്ചപ്പോൾ ഈ പൈശാചിക സംഘത്തിൻ്റെ പേര് LGBTQ എന്നായി മാറി. നിയമം മൂലം ദൈവം നിരോധിക്കുക മാത്രമല്ല, മ്ലേച്ഛതയാണെന്നും വൈകൃതമാണെന്നും പ്രഖ്യാപിച്ചിട്ടുള്ളതുമായ മാരക പാപങ്ങളാണ് ഇവയെല്ലാം. ദൈവം നൽകിയിരിക്കുന്ന നിയമം നോക്കുക. സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ അശുദ്ധരാക്കരുത്. അത് ലൈംഗിക വൈകൃതമാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 23-ാം വാക്യം. LGBTQ എന്ന ചുരുക്കപ്പേരിനോടൊപ്പം I, A എന്നീ അക്ഷരങ്ങൾ കൂടി ചേർത്ത് ഇവറ്റകളുടെ സംഘശക്തി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ രതിവൈകൃത സംഘത്തിൻ്റെ ഏറ്റവും പുതിയ ചുരുക്കപ്പേര് LGBTQIA+ എന്നാണ്. രതിവൈകൃതങ്ങളുടെ പുത്തൻ പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാകും എന്നതുകൊണ്ടാണ് പ്ലസ് ചിഹ്നം ചേർത്തിരിക്കുന്നത്. അതായത് LGBTQIA+ എന്ന ചുരുക്കെഴുത്ത് തുടർച്ചയായി വിപുലീകരിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു തുടർ പ്രക്രിയയാണ്. LGB ആദ്യം LGBTI, തുടർന്ന് LGBTQI, ഒടുവിൽ LGBTQIA+ ആയി നിൽക്കുന്നു.
പുതുതായി ചേർക്കപ്പെട്ട ഐ, എ എന്നീ പൈശാചികതകളെ കൂടി പരിചയപ്പെടുത്തിയാൽ മാത്രമേ വിനാശകരമായ മ്ലേച്ഛത അതിൻ്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഐ, എ എന്നീ അക്ഷരങ്ങളിൽ ഐ എന്ന അക്ഷരം മ്ലേച്ഛതയാണെങ്കിൽ എ എന്ന അക്ഷരത്തെ മ്ലേച്ഛതയായി കണക്കാക്കാൻ കഴിയില്ല. ആയതിനാൽ ആദ്യം നമുക്ക് ഐ എന്ന ചുരുക്കെഴുത്ത് പ്രതിനിധാനം ചെയ്യുന്ന മ്ലേച്ഛത എന്താണെന്ന് പരിശോധിക്കാം. ഇൻ്റർസെക്സ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ് ഐ എന്ന് LGBTQIA സമൂഹം പറയുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇൻ്റർസെക്സിനെ മാത്രമല്ല ഈ അക്ഷരം സൂചിപ്പിക്കുന്നത്. പൊതുസമൂഹം ഒന്നടങ്കം തങ്ങളെ കല്ലെറിയുമെന്നും തങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പരിഗണനകൾ ഒറ്റയടിക്ക് നഷ്ടപ്പെടുമെന്നും ഉറപ്പുള്ളതുകൊണ്ട് ഇവർ യഥാർത്ഥ സത്യം മറച്ചുവെക്കുന്നു. അതായത് ഐ എന്ന ചുരുക്കെഴുത്തിന് പിന്നിൽ ഇൻ്റർസെക്സ് എന്ന വിഭാഗം മാത്രമല്ല, ഇൻസെസ്റ്റ് എന്ന വിഭാഗം കൂടിയുണ്ട്. രക്തബന്ധമുള്ളവർ തമ്മിലുള്ള ലൈംഗിക ബന്ധമാണിത്. ഇതിൻ്റെ മലയാള പദം അഗമ്യഗമനം എന്നാണ്. മകനും അമ്മയും തമ്മിലും മകളും പിതാവും തമ്മിലും സഹോദരീ സഹോദരന്മാർ തമ്മിലും ഏർപ്പെടുന്ന ലൈംഗിക ബന്ധം ഇൻസെസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നു. ഇത്തരം ലൈംഗിക വീഴ്ചകളെ നിയമം മൂലം ദൈവം നിരോധിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ നിയമം ശ്രദ്ധിക്കുക. നിങ്ങളിൽ ആരും തൻ്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്. ഞാനാണ് യാഹ്വേ. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 6-ാം വാക്യം. അഗമ്യഗമനത്തെ സംബന്ധിക്കുന്ന ദൈവിക നിയമം ശ്രദ്ധിക്കുക. നിന്റെ മാതാവിൻ്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത്. അവൾ നിന്റെ അമ്മയായതുകൊണ്ടും അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ പിതാവിൻ്റെ തന്നെ നഗ്നതയാണ്. നിന്റെ സഹോദരിയുടെ, നിന്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ പുത്രിയുടെ, അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ, നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ മകൻ്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവരുടെ നഗ്നത നിന്റെ തന്നെ നഗ്നതയാണ്. നിന്റെ പിതാവിൻ്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ്. നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. നിന്റെ പിതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ പിതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ മാതാവിൻ്റെ സഹോദരിയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അവൾ നിന്റെ മാതാവിൻ്റെ അടുത്ത ചാർച്ചക്കാരിയാണ്. നിന്റെ പിതൃ സഹോദരനെ അവൻ്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത്. അവൾ നിന്റെ ചാർച്ചക്കാരിയാണ്. നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. കാരണം അവൾ നിന്റെ പുത്രൻ്റെ ഭാര്യയാണ്. അവളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ സഹോദരൻ്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അത് നിന്റെ സഹോദരൻ്റെ നഗ്നതയാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിവാഹത്തിലൂടെയോ അല്ലാതെയോ ലൈംഗിക ബന്ധം നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങൾ ഇതൊക്കെയാണ്. പാപത്തിൻ്റെ ഗണത്തിൽ പരിഗണിക്കാൻ കഴിയാത്ത അസെക്ഷൽ എന്ന ലൈംഗിക ന്യൂനപക്ഷത്തെയാണ് എ എന്ന ചുരുക്കെഴുത്ത് സൂചിപ്പിക്കുന്നത്. ഇത് ലൈംഗിക താല്പര്യങ്ങളില്ലാത്ത പ്രണയമാണ്. പ്രണയത്തിൻ്റെതായ വികാരങ്ങൾ ഇക്കൂട്ടർക്കുണ്ടെങ്കിലും ലൈംഗിക താല്പര്യം ഇവർക്കില്ല. അതായത് അസെക്ഷൽ ആയിരിക്കുക എന്നതിനർത്ഥം ഒരാൾക്ക് മറ്റ് ആളുകളോട് ലൈംഗിക ആകർഷണം അനുഭവപ്പെടുന്നില്ല എന്നാണ്. അസെക്ഷൽ ആളുകൾക്ക് മറ്റുള്ളവരുമായി പ്രണയബന്ധം പുലർത്താനും മറ്റുള്ളവരോട് പ്രണയ ആകർഷണം അനുഭവിക്കാനും കഴിയും. എന്നാൽ അവർക്ക് ലൈംഗിക താല്പര്യമില്ല. വ്യഭിചാരത്തോട് കൂടെ അല്ലാത്ത പ്രണയങ്ങളിൽ എങ്ങനെയാണ് പാപം ആരോപിക്കാൻ നമുക്ക് സാധിക്കുന്നത്? ശാരീരികമോ മാനസികമോ ആയ വൈകല്യത്തോടെ ഒരുവൻ ജനിക്കുന്നത് അവൻ്റെ കുറ്റമല്ലെന്ന് നമുക്കറിയാം. ഷണ്ഡനായി ജനിക്കുന്നതും ഒരു പാപമല്ല. നിയമങ്ങൾ പാലിക്കുകയും നീതിപൂർവം ജീവിക്കുകയും ചെയ്താൽ
അവന് നിത്യജീവൻ ലഭിക്കുമെന്ന് ദൈവം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വെളിപ്പെടുത്തൽ നോക്കുക. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ യാഹ്വേക്കെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ഡനും അനുഗ്രഹീതനാണ്. അവൻ്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും. യാഹ്വേയുടെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യം. യെശയ്യാഹിൻ്റെ പ്രവചനം ശ്രദ്ധിക്കുക. ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ഡനോ പറയാതിരിക്കട്ടെ. യാഹ്വേ അരുളി ചെയ്യുന്നു, എൻ്റെ ശബാത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ഡന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിലുകൾക്കുള്ളിൽ പുത്രീപുത്രന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും പേരും നൽകും. ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വത പേരായിരിക്കും അത്. യെശയ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 56-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. നിയമം അനുസരിച്ച് ജീവിക്കുക മാത്രമല്ല, ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഷണ്ഡൻ അനുഗ്രഹിക്കപ്പെടുന്നത്. ശാശ്വതമായ ഉടമ്പടി എന്നത് ജ്ഞാനസ്നാനമാണ്. അതായത് വിശ്വാസത്തിലും വിശ്വസ്തതയിലും ഉറച്ചു നിന്നാൽ ഷണ്ഡനും ദൈവരാജ്യത്ത് മഹനീയ സ്ഥാനം ലഭിക്കും. എന്നാൽ LGBTQ എന്ന നാരകീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നതോടെ അവർ ഉടമ്പടിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ സഭയിലും പൈശാചിക സംഘടനയിലും ഒരേ സമയം അംഗമായിരിക്കാൻ ഒരുവന് കഴിയില്ല. ഒരേ സമയം ദൈവത്തെയും സാത്താനെയും ആർക്കെങ്കിലും സാധിക്കുമോ? ഒരുവൻ LGBTQIA+ എന്ന സംഘടനയുടെ ഭാഗമാകുന്നതോടെ രക്ഷ പ്രാപിക്കാനുള്ള അവൻ്റെ അവസരം നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. മ്ലേച്ഛതകളെയെല്ലാം ഒരു കുടക്കീഴിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് LGBTQIA+ എന്ന സമൂഹത്തിന് രൂപം നൽകിയതിന് പിന്നിൽ സാത്താന് വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഒറ്റയ്ക്ക് നിന്നാൽ ഇവരിൽ പലരും ചികിത്സയിലൂടെയോ മനഃശാസ്ത്ര കൗൺസിലിങ്ങിലൂടെയോ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് സാത്താൻ അറിയാം. ഈ സാധ്യത ഇല്ലാതാക്കി മ്ലേച്ഛതകളിൽ ഉറപ്പിച്ചു നിർത്തുക എന്നതാണ് LGBTQIA+ എന്ന വിനാശ സംഘടനയുടെ പിന്നിലെ ലക്ഷ്യം. തങ്ങൾ ആയിരിക്കുന്നത് പാപകരമായ അവസ്ഥയിൽ അല്ലെന്ന ബോധ്യം നൽകുന്നതിലൂടെ മ്ലേച്ഛ പാപത്തിൽ അവരെ കെട്ടിയിടാൻ കൂട്ടായ്മയ്ക്ക് സാധിക്കും. ലജ്ജാകരമായ പ്രവൃത്തികൾക്ക് സാമൂഹിക പരിരക്ഷയും അംഗീകാരവും നേടിക്കൊടുക്കുന്നത് വഴി നിർലജ്ജം ഇവർ സമൂഹത്തിൽ വ്യാപരിക്കുന്നു. സാത്താൻ്റെ നിയന്ത്രണത്തിലുള്ള ഭരണകൂടങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളുമെല്ലാം വലിയ പിന്തുണയാണ് ഇവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവരെ പാപത്തിൽ വളർത്തുകയും വിനാശകരമായ മ്ലേച്ഛതയിൽ ഉറപ്പിച്ച് നിർത്തുകയും ചെയ്യുന്നു. നാം പ്രാരംഭത്തിൽ മനസ്സിലാക്കിയതുപോലെ ലോകാരംഭം മുതൽ ലോകത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ലോകം നൽകുന്ന പിന്തുണയെ അതിശയത്തോടെ നാം കാണേണ്ടതില്ല. എന്നാൽ ക്രൈസ്തവ സഭകൾ എന്ന് പറയപ്പെടുന്ന സമൂഹങ്ങളുടെ അധപ്പതനത്തെ നാം ഗൗരവമായി കാണണം. എന്തെന്നാൽ അത് യുഗാന്ത അടയാളമാണ്. വിനാശകരമായ മ്ലേച്ഛത പ്രത്യക്ഷപ്പെട്ടു. എന്താണ് മ്ലേച്ഛതയെന്നും എന്താണ് വിനാശമെന്നും നാം കണ്ടു. മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്ന ഇടങ്ങളിൽ വിനാശം നിബന്ധിക്കും എന്നതാണ് ബൈബിളിൽ നിന്ന് നാം മനസ്സിലാക്കിയ സത്യം. സോദോം ഗോമോറ ദേശങ്ങളുടെ മേൽ വിനാശം നിബന്ധിക്കാൻ കാരണമായത് സ്വവർഗഭോഗം എന്ന മ്ലേച്ഛപാപമായിരുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാന കാര്യമാണ്. എന്തെന്നാൽ LGBTQIA+ എന്ന നശീകരണ സംഘത്തിലെ അനേകം രതിവൈകൃതങ്ങളിൽ ഒന്ന് മാത്രമാണ് സ്വവർഗഭോഗം. ഈ ഒരു മ്ലേച്ഛതയാണ് 2 ദേശങ്ങളെ പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞത്. 4000-ഓളം വർഷങ്ങൾ പിന്നിട്ട് ഇന്നും ആ പട്ടണങ്ങൾ ഈ ഭൂമിയിൽ ഒരു ഭീകര ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു. ഇത് ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന ഒരു താക്കീതാണ്. അങ്ങനെയെങ്കിൽ എല്ലാ രതിവൈകൃതങ്ങളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തുന്ന LGBTQIA+
ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് എത്ര വലിയ വിനാശമായിരിക്കും? LGBTQIA+ എന്നത് മ്ലേച്ഛതയുടെ പൂർണ്ണതയാണ്. ലോകം ദൈവത്തിൻ്റെ ശത്രുവായതുകൊണ്ടും LGBTQIA+ ലോകത്തിൻ്റെ സ്വന്തമായതുകൊണ്ടും ലോകത്തിന് പ്രത്യേകിച്ചൊന്നും നഷ്ടപ്പെടാനില്ല. എന്നാൽ LGBTQIA+ എന്ന വിനാശകരമായ മ്ലേച്ഛത ക്രൈസ്തവ സമൂഹങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടാൽ സമ്പൂർണ്ണ നാശമായിരിക്കും ഫലം. ക്രൈസ്തവ മേൽവിലാസത്തിൽ ജീവിക്കുകയും സ്വവർഗ വിവാഹത്തെ ആശീർവദിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിൻ്റെ ഈ വചനം ശ്രദ്ധിക്കുക. ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എൻ്റെ കൽപ്പന അനുസരിക്കുവിൻ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ യാഹ്വേ. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ഇക്കൂട്ടരെ നമ്മൾ ആയിരിക്കുന്ന വിശ്വാസ സമൂഹത്തിൽ നിന്ന് വിച്ഛേദിക്കണം എന്നാണ് യാഹ്വേ കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിന് അവകാശമായി നൽകിയ നാട്ടിൽ വെച്ച് ആരെങ്കിലും ഈ ഹീനകൃത്യം ചെയ്താൽ അവർക്ക് ദൈവം വിധിച്ചിരിക്കുന്ന ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ്. ഒരുവൻ സ്ത്രീയോട് കൂടെ എന്ന പോലെ പുരുഷനോട് കൂടെ ശയിച്ചാൽ ഇരുവരും ഹീനമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അവരെ വധിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യം. ഈ കൽപ്പന കൂടി ശ്രദ്ധിക്കുക. മൃഗത്തോട് കൂടെ ശയിക്കുന്നവനെ വധിക്കണം. മൃഗത്തെയും കൊല്ലണം. ഒരു സ്ത്രീ ഏതെങ്കിലും മൃഗത്തെ സമീപിച്ച് അതിൻ്റെ കൂടെ ശയിച്ചാൽ അവളെയും മൃഗത്തെയും നിങ്ങൾ വധിക്കണം. അവർ മരണശിക്ഷ അനുഭവിക്കണം. അവരുടെ രക്തം അവരുടെ മേൽ ആയിരിക്കട്ടെ. ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 15-16 വാക്യങ്ങൾ. സ്വവർഗ വിവാഹം ആശീർവദിക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഫ്രാൻസിസ് നടത്തിയ പ്രസ്താവനയോടെ കത്തോലിക്ക സഭയിൽ വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെട്ടു. ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് 2023 ഡിസംബറിൽ ആണെങ്കിലും 5 വർഷം മുൻപ് തന്നെ ആശീർവാദങ്ങൾ അനൗദ്യോഗികമായി ആരംഭിച്ചിരുന്നു എന്നതാണ് സത്യം. അതായത് സ്വവർഗ വിവാഹം ആശീർവദിക്കാനുള്ള അനുവാദം ഔദ്യോഗികമായി നൽകിയത് ഈ അടുത്ത കാലത്താണെങ്കിലും മൗനാനുവാദത്തോടെ ആശീർവാദം തുടങ്ങിയത് കൊറോണ കാലത്തിനും മുൻപാണ്. മാത്രവുമല്ല, യൂറോപ്പിലെ കത്തോലിക്ക സഭയുടെയും പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും സ്ഥാപനങ്ങളുടെ മുൻപിൽ LGBTQIA+ സമൂഹത്തിൻ്റെ പതാകയും ഉയർത്തിക്കഴിഞ്ഞു. പള്ളികളുടെയും ആശുപത്രികളുടെയും മറ്റു സ്ഥാപനങ്ങളുടെയും മുൻപിൽ വിനാശകരമായ മ്ലേച്ഛതയുടെ പതാക വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടാതെ ഇപ്പോൾ ഈ സഭകൾ പുറത്തിറക്കുന്ന നോട്ടീസുകൾ പോലും മ്ലേച്ഛ പതാകയുടെ നിറത്തിലാണ്. വത്തിക്കാനിൽ അധികാരം പിടിച്ചെടുത്ത നാൾ മുതൽ ഫ്രാൻസിസ് ശ്രമിച്ചുകൊണ്ടിരുന്നത് വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കാനുള്ള അവസരത്തിനു വേണ്ടിയായിരുന്നു. കാലാകാലങ്ങളിൽ അനേകം മ്ലേച്ഛതകൾ സഭയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം സൂചന നൽകിയിരുന്നുവെങ്കിലും 2019 ഒരു പ്രഖ്യാപനം പോലെ ഫ്രാൻസിസിൽ നിന്ന് നാം അത് കേട്ടത്. സ്വവർഗ വിവാഹം അംഗീകരിച്ചില്ലെങ്കിൽ കത്തോലിക്ക സഭ ചീട്ടുകൊട്ടാരം പോലെ തകരുമെന്നാണ് വത്തിക്കാനിലെ ഭരണാധികാരിയായ ഫ്രാൻസിസ് 2019 ഏപ്രിൽ മാസത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരെ ചേർത്ത് നിർത്തുന്നത് വഴിയാണ് സഭ തകർന്നടിയാൻ പോകുന്നതെന്ന് ഫ്രാൻസിസിനും അറിയാമായിരുന്നു. ഏകദേശം ആ നാളുകളിൽ തന്നെയാണ് കത്തോലിക്ക സഭയുടെ പള്ളികളിൽ സ്വവർഗ വിവാഹം ആശീർവദിക്കാൻ തുടങ്ങിയത്. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു പള്ളിയിൽ സ്വവർഗ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ അത് കത്തോലിക്ക സഭയുടെ എല്ലാ പള്ളികളിലും നടത്തപ്പെട്ടതിന് തുല്യമായി പരിഗണിക്കപ്പെടും. കാരണം കത്തോലിക്ക സഭയുടെ എല്ലാ പള്ളികളും ഏക പരമാധികാരത്തിന് കീഴിലാണ്. സഭയിലെ ഏതെങ്കിലും ഒരു വൈദികനോ മെത്രാനോ സ്വതന്ത്രമായി എന്തെങ്കിലും തീരുമാനം നടപ്പാക്കാൻ കഴിയില്ല. കത്തോലിക്ക സഭ അംഗീകരിക്കാത്ത പ്രവൃത്തികളിൽ ഏതെങ്കിലും വൈദികൻ ഏർപ്പെട്ടാൽ അയാൾ നടപടിക്ക് വിധേയനാകേണ്ടി വരും എന്നതാണ് ഇതുവരെ തുടർന്നു വന്ന നിയമം. ആയതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ആരംഭിച്ച മ്ലേച്ഛ പ്രവൃത്തികൾക്ക് ഫ്രാൻസിസിൻ്റെ
മൗനാനുവാദമുണ്ടായിരുന്നുവെന്ന് വ്യക്തം. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ പള്ളികളിൽ നിന്ന് യേശുവായുടെ സാന്നിധ്യം പിൻവലിക്കപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപായിരുന്നുവെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് കത്തോലിക്ക സഭയിൽ നടക്കുന്ന സ്ഥാനാരോഹണങ്ങൾക്കോ സ്ഥാനാവരോഹണങ്ങൾക്കോ ക്രിസ്തുവുമായി ഒരു ബന്ധവുമില്ല. 2019 സ്വർഗവിവാഹം ആശീർവദിക്കാൻ തുടങ്ങിയതിന് പിന്നാലെ കൊറോണ എന്ന മഹാമാരി ലോകത്തെ ഗ്രസിക്കുകയും കത്തോലിക്ക സഭയുടെ പള്ളികൾ അടച്ചു പൂട്ടപ്പെടുകയും ചെയ്തു. കാലത്തിൻ്റെ അടയാളങ്ങൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവേചിക്കാനുള്ള കഴിവ് കത്തോലിക്ക സഭയിലെ ആചാര്യന്മാർക്കില്ല എന്നത് അവർ തന്നെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് സ്തുതിപാഠകരുടെ നടുവിൽ കഴിയുന്ന നേതാക്കന്മാർ അറിയുന്നില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുന്നു. ലോകത്തിൻ്റെ കയ്യടിയും സാത്താൻ്റെ പ്രീതിയുമാണ് ഇന്നത്തെ ആചാര്യന്മാർ ആഗ്രഹിക്കുന്നത്. ലോകത്തിൻ്റെ പ്രശംസയിൽ ഇവർ അഭിരമിക്കുന്നു. എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കാൻ ഏത് നീചമാർഗവും പ്രയോഗിക്കുന്ന ഇല്യൂമിനാറ്റി ശൈലി ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ പൈതൃകം തെളിയിച്ചത് കമ്മ്യൂണിസ്റ്റുകൾ ആയിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയിൽ ഇത് കാലങ്ങളായി അനുവർത്തിച്ചു വന്നിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഈ പൈശാചികത അതിൻ്റെ പൂർണ്ണഭാവം പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് ഒരു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപതി കത്തോലിക്ക സഭയുടെ അമരത്ത് ഇരിപ്പിടമുറപ്പിച്ചതോടെയാണ്. സ്വർഗ വിവാഹത്തെ ആശീർവദിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നയുടനെ ഫ്രാൻസിസിൻ്റെ കീഴ്ജീവനക്കാർ എല്ലാവരും ന്യായീകരണവുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. കർദിനാൾമാർ മുതൽ ഷെവലിയാർമാർ വരെയുള്ള കീഴ്ജീവനക്കാരാണ് ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുന്നത്. ക്രൈസ്തവരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരുടെ ആത്മീയ അന്ധത എത്രത്തോളമാണെന്ന് ഇവരുടെ ന്യായീകരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്വർഗവിവാഹം ആശീർവദിക്കാൻ അനുവാദം നൽകിയതിനെ ന്യായീകരിച്ചുകൊണ്ട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ നൽകിയ അഭിമുഖം കണ്ടപ്പോൾ മനോവയ്ക്ക് സഹതാപമാണ് തോന്നിയത്. കാരണം സീറോ മലബാർ സമൂഹത്തിൻ്റെ മതബോധനം അടക്കം വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഈ മനുഷ്യൻ ന്യായീകരണത്തിനായി കൂട്ടുപിടിച്ചത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ധൂർത്തപുത്രൻ പശ്ചാത്തപിച്ച് മടങ്ങി വന്നപ്പോഴാണ് മാത്രമാണ് പിതാവ് അവനെ സ്വീകരിച്ചതെന്ന് ബൈബിൾ ഒരു വട്ടമെങ്കിലും വായിച്ചിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാകും. അവൻ പാപത്തിൽ ജീവിച്ച കാലത്തൊന്നും പിതാവ് അവനെ അന്വേഷിച്ചിട്ടില്ല. അവൻ്റെ സമ്പത്തെല്ലാം തീരുകയും പന്നിയെ മേയ്ക്കുന്ന ജോലി ചെയ്യുകയും പട്ടിണി മൂലം വലയുകയും ചെയ്തപ്പോഴൊന്നും പിതാവ് അവന് പണം അയച്ചു കൊടുത്തിട്ടുമില്ല. മകൻ്റെ തിരിച്ചുവരവിനായി തൻ്റെ ഭവനത്തിൽ കാത്തിരിക്കുകയായിരുന്നു പിതാവ്. സ്വർഗഭോഗികളും മൃഗവേഴ്ചക്കാരും അവരുടെ മ്ലേച്ഛതകൾ ഉപേക്ഷിച്ച് മടങ്ങി വന്നാൽ ദൈവം അവരെ സ്വീകരിക്കും. ഇത്തരക്കാരോട് പുലർത്താവുന്ന പരമാവധി കാരുണ്യം എന്നത് അവരെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമാണ്. ബോധ്യത്തിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ അവരുടെ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് അവരോട് കരുണ കാണിക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: മാംസദാഹത്താൽ കളങ്കിതരായവരുടെ വസ്ത്രത്തെപ്പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കുവിൻ. യഹൂദാസിൻ്റെ ലേഖനം 23-ാമത്തെ വാക്യം. അത് അവരിൽ നിന്നുള്ള അകന്നു നിൽക്കലാണ്. കാരണം വൈറസിനേക്കാൾ മാരകമാണ് വിനാശകരമായ മ്ലേച്ഛത. എന്നാൽ അവർ സഹതാപം അർഹിക്കുന്നവരാണ് എന്ന പൊതുബോധം സൃഷ്ടിച്ച് അവരെ മ്ലേച്ഛതയിൽ കെട്ടിയിടാൻ സാത്താന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ സമൂഹത്തിന് ഭീഷണിയും സ്വന്തം ആത്മാവിനെ നിത്യനരകത്തിലേക്ക് നയിക്കുന്നവരും ആണെന്ന തിരിച്ചറിവ് ഇവർക്കില്ല. അവരെ കാത്തിരിക്കുന്ന ശിക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നതിന് പകരം അവരുടെ തിന്മകൾക്ക് പിന്തുണ നൽകുന്ന സമീപനം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകർക്ക് ഭൂഷണമല്ലെന്ന് മാത്രമല്ല ദുരന്തവുമാണ്. ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം. പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം. മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. യെശയ്യാവിൻ്റെ പ്രവചന ഗ്രന്ഥം 5-ാം അധ്യായം 20-ാം വാക്യം. നിയമലംഘകരെ കാത്തിരിക്കുന്ന ശിക്ഷയെ മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് വിഷഫലം കായ്ക്കുന്ന വൃക്ഷത്തിൻ്റെ വേര് എന്നാണ്.
ഈ വചനം കൂടി വായിക്കുക. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ളവൻ ഈ ശാപവാക്കുകൾ കേൾക്കുമ്പോൾ കുതിർന്നതും വരണ്ടതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടന്നാലും സുരക്ഷിതനായിരിക്കും എന്ന് പറഞ്ഞ് തന്നെ അനുഗ്രഹിക്കും. എന്നാൽ യാഹ്വേ അവനോട് ക്ഷമിക്കുകയില്ല. യാഹ്വയുടെ കോപവും അസൂയയും അവനെതിരെ ജ്വലിക്കും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ശാപമൊക്കെയും അവൻ്റെ മേൽ പതിക്കും. യാഹ്വേ ആകാശത്തിന് കീഴിൽ നിന്ന് അവൻ്റെ പേര് തുടച്ചു മാറ്റും. നിയമഗ്രന്ഥം 29 അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സഭയ്ക്കും ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിയമമൊന്നുമില്ല. എന്നാൽ അഭിനവ ആചാര്യന്മാർ ക്രിസ്തുവിനേക്കാൾ വലിയവരാണ് തങ്ങളെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിനേക്കാൾ ഉപരിയായി ആരെങ്കിലും തന്നെ ഉയർത്തുന്നത് കാണുമ്പോൾ എതിർ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് സഭയിൽ നാം തിരിച്ചറിയേണ്ടത്. തങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് തങ്ങളെക്കാൾ ബുദ്ധിയും വിവരവുമുള്ളവരെയാണെന്ന് ആചാര്യന്മാർ തിരിച്ചറിയുന്നില്ല. വത്തിക്കാനിലെ ഫ്രാൻസിസിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ന്യായീകരണ തൊഴിലാളികൾക്ക് ഈ സത്യം മനസ്സിലാക്കാൻ കഴിയുകയുമില്ല. ആചാര്യന്മാരുടെ ആഭാസ നിയമങ്ങളെ ന്യായീകരിക്കാൻ ചില സഭാമാധ്യമങ്ങളും രംഗത്തുണ്ട്. കത്തോലിക്ക സഭയുടെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ ഇല്ലൂമിനാറ്റി മാധ്യമങ്ങൾ ഇപ്പോൾ ന്യായീകരിച്ച് സ്വയം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. വചനങ്ങൾ വളച്ചൊടിച്ച് ന്യായീകരിക്കാൻ ശാലോം ചാനലുമായി മറ്റു 2 ചാനലുകൾ മത്സരിക്കുന്നതും കാണാം. വിനാശത്തിന് മേൽ അടയിരുന്ന് സർപ്പങ്ങളെ വിരിയിക്കുന്നവരാണ് കേരളത്തിലെ 3 കത്തോലിക്ക ചാനലുകൾ. വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിച്ചവരെ ന്യായീകരിക്കുന്നത് അതുകൊണ്ടാണ്. സ്വവർഗ വിവാഹത്തിന് ആശീർവാദം നൽകുന്നതും സ്വവർഗഭോഗത്തെ അംഗീകരിക്കുന്നതും ഒന്നുപോലെയാണ്. നമ്മുടെ ന്യായീകരണം ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പോകണമെങ്കിൽ അതിന് നിയമത്തിൻ്റെ പിന്തുണയുണ്ടായിരിക്കണം. എല്ലാ നിയമങ്ങളും എതിരായിരിക്കെ ന്യായീകരണവുമായി രംഗത്തിറങ്ങുന്നത് സ്വബോധമുള്ള ആർക്കും ഇണങ്ങുന്ന കാര്യമല്ല. വിവാഹം നടക്കേണ്ടത് പുരുഷനും സ്ത്രീയും തമ്മിലായിരിക്കണം. പുരുഷനും സ്ത്രീയുമായി മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അരുളി ചെയ്തത് പുരുഷൻ തൻ്റെ മാതാപിതാക്കളെ വിട്ട് സ്ത്രീയോട് ചേരും എന്നാണ്. അതുകൊണ്ട് തന്നെ ദൈവം അനുഗ്രഹിക്കുന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹം മാത്രമാണ്. ലിംഗമാറ്റം നടത്തിയവർ തമ്മിലുള്ള വിവാഹത്തെയും ദൈവം അംഗീകരിക്കുന്നില്ല. കാരണം ലിംഗമാറ്റം എന്നത് നിയമലംഘനമാണ്. ഈ നിയമം ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷൻ്റെയോ പുരുഷൻ സ്ത്രീയുടെയോ വേഷം അണിയരുത്. അപ്രകാരം ചെയ്യുന്നവർ നിന്റെ ദൈവമായ യാഹ്വയ്ക്ക് നിന്ദ്യരാണ്. നിയമഗ്രന്ഥം 22 അധ്യായം 5 വാക്യം. വസ്ത്രം ധരിക്കുന്നതിനെക്കുറിച്ചാണ് ഈ നിയമമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. പുരുഷൻ സ്ത്രീയായും സ്ത്രീ പുരുഷനായും മാറുന്നതിനെതിരായ നിയമമാണിത്. മറ്റൊരു നിയമം നോക്കുക. വൃഷ്ണം ഉടയ്ക്കപ്പെട്ടവനോ ലിംഗം ഛേദിക്കപ്പെട്ടവനോ യാഹ്വയുടെ സഭയിൽ പ്രവേശിക്കരുത്. നിയമഗ്രന്ഥം 23 അധ്യായം 1 വാക്യം. ആധുനിക ലോകം അംഗീകരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന മഹാപാപത്തെ നിയമം മൂലം നിഷിദ്ധമാക്കിയിരിക്കുന്ന വചനമാണിത്. രക്ഷിക്കപ്പെട്ടവരുടെ സമൂഹത്തിൽ നിന്ന് ട്രാൻസ്ജെൻഡർമാർ എന്നേക്കുമായി വിച്ഛേദിക്കപ്പെടുന്നു. ഇക്കൂട്ടർക്ക് ദൈവത്തിൻ്റെ സഭയിൽ അംഗമായിരിക്കാൻ കഴിയുകയില്ല. സഭയിൽ പ്രവേശനമില്ലാത്തവരും പരസ്യമായി നിയമം ലംഘിക്കുന്നവരുമായവരെ പള്ളിയിൽ കയറ്റി ആശീർവദിക്കുന്നത് ആരോടുള്ള വെല്ലുവിളിയാണെന്ന് ചിന്തിക്കുക. ഈ പ്രവചനം നോക്കുക. വാക്കുകൾ കൊണ്ട് നിങ്ങൾ യാഹ്വയ്ക്ക് മടുപ്പ് വരുത്തിയിരിക്കുന്നു. നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഞങ്ങൾ അവനെ അസഹ്യപ്പെടുത്തിയത്? തിന്മ പ്രവർത്തിക്കുന്ന ഏവനും യാഹ്വയുടെ മുൻപിൽ നല്ലവനാണ്, യാഹ്വേ അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെ എന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട്. മലാഖി പ്രവചനം 2 അധ്യായം 17 വാക്യം. മ്ലേച്ഛതകളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവർ ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കും എതിരാണ്. എന്തെന്നാൽ ക്രിസ്തുവിൻ്റെ സഭ എന്നത് മ്ലേച്ഛന്മാരുടെ കൂട്ടായ്മയല്ല, വിശുദ്ധരുടെ കൂട്ടായ്മയാണ്.
എന്നാൽ ഇന്ന് ഈ ഭൂമിയിലുള്ള സാങ്കേതിക സഭകളുടെയെല്ലാം നിയന്ത്രണം എതിർ ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. സ്വവർഗ വിവാഹം ആശീർവദിക്കാൻ അനുമതി നൽകിയതോടെ വത്തിക്കാൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും നിന്ന് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്നേക്കുമായി വിട്ടുപോയി. അത് ഇപ്പോൾ വെറുമൊരു കോർപ്പറേറ്റ് സ്ഥാപനം മാത്രമാണ്. വത്തിക്കാൻ്റെ അധികാരപരിധിയിലുള്ള പള്ളികളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലാതായിട്ട് ഏകദേശം 5 വർഷത്തോളമായി എന്നതാണ് യഥാർത്ഥ സത്യം. അതായത് നാം മനസ്സിലാക്കിയതുപോലെ ഫ്രാൻസിസിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യം കത്തോലിക്ക പള്ളികളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടിരുന്നു. സഭാവിശ്വാസികൾ അത് ഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് കൊറോണയെ അയച്ച് പള്ളികളെല്ലാം അടപ്പിച്ചത്. ഈ സത്യം 2020 മനോവ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2020 ഓഗസ്റ്റ് മുതൽ 4 ലേഖനങ്ങളുടെ പരമ്പര മനോവ പ്രസിദ്ധീകരിച്ചിരുന്നു. കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് ആ ലേഖനങ്ങൾ തയ്യാറാക്കിയത്. പള്ളികൾ അടച്ചുപൂട്ടിയത് ക്രിസ്തുവോ ശത്രുവോ എന്ന ചോദ്യം ശീർഷകമാക്കി ആരംഭിച്ച ലേഖന പരമ്പര ഉപസംഹരിച്ചത് ക്രിസ്തു അടച്ചുപൂട്ടുന്ന ആരാധനാലയങ്ങൾ എന്ന ശീർഷകത്തിൽ തയ്യാറാക്കിയ ലേഖനത്തോടെയായിരുന്നു. എന്തുകൊണ്ടാണ് യേശുവ ക്രൈസ്തവ സഭകളുടെ സ്ഥാപനങ്ങളിൽ നിന്നും തൻ്റെ സാന്നിധ്യം പിൻവലിച്ചത് എന്നറിയണമെങ്കിൽ ഈ ദൈവിക നിയമം ശ്രദ്ധിക്കുക. ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ആ ദേശവും അശുദ്ധമായിരുന്നു. അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. അത് അതിലെ നിവാസികളെ പുറന്തള്ളുകയും ചെയ്യും. നിങ്ങളും നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരും എൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പാലിക്കുകയും ഇത്തരം മ്ലേച്ഛമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുകയും വേണം. നിങ്ങൾക്ക് മുൻപ് ഈ നാട്ടിൽ വസിച്ചിരുന്നവർ ഈ വിധം മ്ലേച്ഛതകൾ കൊണ്ട് നാട് മലിനമാക്കി. ആകയാൽ ഈ ദേശം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്യുന്നവൻ സ്വജനത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം. നിങ്ങൾക്ക് മുൻപ് നടമാടിയിരുന്ന ഈ മ്ലേച്ഛതകളിൽ വ്യാപരിച്ച് നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത് എന്ന എൻ്റെ കൽപ്പന അനുസരിക്കുവിൻ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ യാഹ്വേ. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശുവായോ അവിടുത്തെ ദൂതന്മാരോ ഇന്ന് പള്ളികളുടെ പരിസരത്ത് പോലും വരില്ല എന്ന യാഥാർത്ഥ്യം സകലരും അറിഞ്ഞിരിക്കുക. ഇന്ന് പള്ളികളിൽ നടക്കുന്നത് വെറും നാടകങ്ങൾ മാത്രമാണ്. മാത്രവുമല്ല, യേശുവായുടെ യഥാർത്ഥ സഭ ഇപ്പോൾ എടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്ന സത്യം നാം തിരിച്ചറിയുകയും വേണം. യേശുവായുടെ സഭ എടുക്കപ്പെടുന്നു. ഇപ്പോൾ ഈ ഭൂമിയിലെ ക്രൈസ്തവ സഭകളിൽ ഒരു പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭ എടുക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രോസസ്സിംഗ് ആണത്. അതെ, ക്രിസ്തുവിൻ്റെ സഭ എടുക്കപ്പെടും. ഈ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. കാരണം ഇത് ഒരു പ്രത്യേക വിഷയമായി തന്നെ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിൻ്റെ പൂർണ്ണതയ്ക്കായി ചെറിയൊരു സൂചന ഇപ്പോൾ നൽകാം. യേശുവയുടെ പുനരാഗമനത്തിന് മുൻപ് അവിടുത്തെ സഭ എടുക്കപ്പെടുമെന്നത് പ്രവാചകന്മാരിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന മുന്നറിയിപ്പാണ്. യേശുവയുടെ ആടുകളെ നാശത്തിലേക്ക് നയിക്കുന്ന ഇടയന്മാരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന പ്രക്രിയയ്ക്കാണ് സഭയുടെ എടുക്കപ്പെടൽ എന്ന് പറയുന്നത്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ യാഹ്വയുടെ ദൂതനാണ്. എന്നാൽ നിങ്ങൾ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി. നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുൻപിൽ നിന്ദിതരും നികൃഷ്ടരും ആക്കും.
മലാക്കി പ്രവചനം 2-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യേശുവയുടെ ആടുകളുടെ ഇന്നത്തെ അവസ്ഥയാണിത്. ഈ ഇടയന്മാരുടെ പിടിയിൽ നിന്ന് ദൈവമായ യേശുവ അവിടുത്തെ വചനമാകുന്ന വാൾ അയച്ച് തൻ്റെ ആടുകളെ മോചിപ്പിക്കും. ഈ പ്രവചനം ശ്രദ്ധിക്കുക. സൈന്യങ്ങളുടെ യാഹ്വേ അരുളി ചെയ്യുന്നു, എൻ്റെ ഇടയനെതിരെ, എന്നോട് ചേർന്ന് നിൽക്കുന്നവനെതിരെ വാളെ നീ ഉയരുക, ഇടയനെ വെട്ടുക, ആടുകൾ ചിതറട്ടെ, ദുർബലർക്കെതിരെ ഞാൻ കരം ഉയർത്തും. ശെക്കര്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 13-ാം അധ്യായം 7-ാം വാക്യം. ആടുകൾ ചിതറിക്കപ്പെട്ടാൽ മാത്രമേ അവരെ വ്യാജ ഇടയന്മാരുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ. വ്യാജ ഇടയന്മാരുടെ സംഘമാണ് ഇന്ന് ആടുകളുടെ ഉടമസ്ഥർ ചമഞ്ഞ് നടക്കുന്നത്. പ്രധാന ഇടയൻ വ്യാജനായിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ആജ്ഞാനുവർത്തികളായ സഹ ഇടയന്മാരും ഫലത്തിൽ വ്യാജന്മാർ തന്നെ. അതുകൊണ്ട് തന്നെ വാൾ അയച്ച് വ്യാജ ഇടയന്മാരിൽ നിന്ന് ആടുകളെ മോചിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ഈ പ്രവചനം നോക്കുക. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന എൻ്റെ നീചനായ ഇടയനു ദുരിതം. വാൾ അവൻ്റെ കൈ ഛേദിക്കട്ടെ, വലത്ത് കണ്ണ് ചുഴുന്നെടുക്കട്ടെ, അവൻ്റെ കൈ പൂർണ്ണമായും ശോഷിച്ചു പോകട്ടെ, അവൻ്റെ വലത്ത് കണ്ണ് തീർത്തും അന്ധമാകട്ടെ. ശെക്കര്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 11-ാം അധ്യായം 17-ാം വാക്യം. വിവിധ സഭകളിലായി ചിതറിക്കിടക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടുകയും ഒരിടയനും ഒരു തൊഴുത്തും എന്ന അവസ്ഥയിൽ ആക്കി തീർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് സഭയുടെ എടുക്കപ്പെടൽ. ആടുകളുടെ ഇന്നത്തെ അവസ്ഥ നോക്കുക. ഇടയന്മാർ വഴി തെറ്റിച്ച് മലകളിൽ ചിതറി നഷ്ടപ്പെട്ട ആടുകളാണ് എൻ്റെ ജനം. അവ മലകളും കുന്നുകളും താണ്ടി തങ്ങളുടെ ആല മറന്നുപോയി. കണ്ടവർ അവയെ വിഴുങ്ങി. അവയുടെ ശത്രുക്കൾ പറഞ്ഞു, തങ്ങളുടെ പിതാക്കന്മാരുടെ യഥാർത്ഥമായ അഭയവും പ്രത്യാശയുമായ യാഹ്വയ്ക്കെതിരെ അവർ പാപം ചെയ്തു. അതിനാൽ ഞങ്ങൾക്ക് കുറ്റമില്ല. യിരെമ്യാഹിൻ്റെ പ്രവചന ഗ്രന്ഥം 50-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ആദ്യ നൂറ്റാണ്ടിൽ യേശുവയുടെ സഭ എങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയിലേക്ക് അവിടുത്തെ സഭ ആയിത്തീരും. അങ്ങനെ പുനരുദ്ധരിക്കപ്പെടുന്ന സഭയിലേക്കാണ് യേശുവ വീണ്ടും വരുന്നത്. അതായത് യേശുവയുടെ പുനരാഗമനത്തിന് മുൻപ് തന്നെ അവിടുത്തെ സഭ ആദ്യ നൂറ്റാണ്ടിൽ ആയിരുന്ന അവസ്ഥയിലേക്ക് പരിവർത്തിക്കണം. അതിൻ്റെ ക്രമീകരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം യേശുവയുടെ പുനരാഗമനത്തിൻ്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ആദിമസഭ ഇന്നും ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ആ സഭയിലെ അംഗങ്ങൾ ഇന്ന് വിവിധ സഭകളിലും സമൂഹങ്ങളിലുമായി ചിതറിക്കഴിയുകയാണ്. അവരെയെല്ലാം തൻ്റെ യഥാർത്ഥ സഭയിലേക്ക് യേശുവ പുനരാനയിക്കുമ്പോൾ ഒരു ഇടയനും ഒരു തൊഴുത്തുമാകും. ഇന്ന് ഈ ഭൂമിയിൽ അനേകം സഭകളും സമൂഹങ്ങളും ക്രിസ്തുവിൻ്റെ പേരിലുണ്ടെങ്കിലും അവയിൽ കത്തോലിക്ക സഭയ്ക്ക് വേറിട്ട പ്രസക്തിയുണ്ട്. എന്തെന്നാൽ അംഗങ്ങളുടെ എണ്ണത്തിലും ആധികാരികതയിലും കത്തോലിക്ക സഭയ്ക്ക് മുന്നിൽ വേറൊരു സഭയുമില്ല. യേശുവ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നപ്പോൾ ഇസ്രായേലിൽ യഹൂദാഭവനം എങ്ങനെയായിരുന്നുവോ അതാണ് ക്രൈസ്തവ സഭകൾക്കിടയിൽ കത്തോലിക്ക സഭയുടെ സ്ഥാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇസ്രായേൽ ചിതറിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നുവെന്ന് നമുക്കറിയാം. വിജാതീയരുമായി ഇടകലർന്ന് മലിനപ്പെട്ട ശമരിയാക്കാരെ അപേക്ഷിച്ച് യഹൂദ ഗോത്രത്തിനുണ്ടായിരുന്ന ഏക യോഗ്യത ഇസ്രായേലിൻ്റെ വിമോചകനും രക്ഷകനുമായ യേശുവ മനുഷ്യനായി ജനിക്കുന്ന ഗോത്രം എന്ന യോഗ്യത മാത്രമായിരുന്നു. വിമോചകനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് യഹൂദാഭവനത്തിനു നേരെയായിരുന്നു എന്നത് വലിയ യോഗ്യത തന്നെയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ യഹൂദായിലെ ചുരുക്കം ചിലർ മാത്രമേ യേശുവായെ സ്വീകരിച്ചുള്ളൂ എന്നു മാത്രമല്ല, അവർ യേശുവായെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും
ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും ചെയ്തു. അതായത് മലിനപ്പെട്ടു പോയെങ്കിലും പ്രവചനങ്ങൾ നിറവേറാൻ ദൈവം തിരഞ്ഞെടുത്തത് യഹൂദ ഭവനത്തെയായിരുന്നു. അതുപോലെ തന്നെ യേശുവയുടെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് കത്തോലിക്ക സഭയിലേക്കാണ്. അന്ന് യേശുവ യഹൂദ ഭവനത്തിലേക്ക് ശമരിയക്കാരെ തിരികെ കൊണ്ടുവന്ന് ഇസ്രായേലിനെ പുനരുദ്ധരിച്ചില്ല എന്നതും നാം ഓർക്കണം. അവിടുന്ന് ചെയ്തത് തന്നിൽ വിശ്വസിക്കുന്ന യഹൂദരെയും ഇസ്രായേൽക്കാരെയും ഒരുമിച്ച് ചേർത്ത് സഭയുണ്ടാക്കുകയായിരുന്നു. അന്ന് യേശുവ സ്ഥാപിച്ച സഭയാണ് യഥാർത്ഥ ഇസ്രായേൽ. അവിടുന്ന് സ്ഥാപിച്ച സഭ ഇന്ന് എത്ര കഷ്ണങ്ങളായി ചിതറിക്കപ്പെട്ടു എന്നത് അവിടുത്തേക്ക് മാത്രമേ അറിയൂ. എന്നാൽ യേശുവയുടെ സഭ സ്ഥാപിക്കപ്പെടുന്നതിന് മുൻപ് യഹൂദ ഭവനം ആയിരുന്നതുപോലെ അവിടുത്തെ പുനരാഗമന കാലത്ത് കത്തോലിക്ക സഭ ആയിത്തീരും. അതായത് പ്രവചനങ്ങൾ നിറവേറേണ്ടതിന് മാത്രമുള്ള ഒരു സംവിധാനമായിരിക്കും കത്തോലിക്ക സഭ. യേശുവയുടെ മനുഷ്യാവതാര കാലത്ത് ഹെരോദോസ് രാജാവിനുണ്ടായിരുന്ന വിലയായിരിക്കും അവിടുത്തെ പുനരാഗമനത്തിൽ കത്തോലിക്ക സഭയിലെ പോപ്പിന് ഉണ്ടായിരിക്കുന്നത്. സകല മ്ലേച്ഛതകളും സ്ഥാപിക്കുകയും ദൈവത്തിൻ്റെ നിയമങ്ങളെ തള്ളിക്കളയുകയും ചെയ്ത ഒരു സമൂഹത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ യേശുവ ഇന്ന് മനുഷ്യൻ മാത്രമല്ല, അസഹിഷ്ണുവും ദഹിപ്പിക്കുന്ന അഗ്നിയുമായ ദൈവമാണ്. ഈ ദൈവത്തെ എല്ലാ സഭകളെയും പോലെ കത്തോലിക്ക സഭയും തങ്ങളുടെ സമൂഹത്തിൽ നിന്ന് തുരത്തി എന്നതാണ് യാഥാർത്ഥ്യം. ദൈവമായ യാഹ്വേയെ തുരത്തിയെന്ന് പറഞ്ഞതിൽ ആരും അതിശയിക്കേണ്ട. കാരണം മനോവ ഇവിടെ പ്രവാചക വചനം ഉദ്ധരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ പ്രവചനം ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിന്നുള്ള ദർശനങ്ങളിൽ എന്നെ യെരുശലേമിൽ അകത്തെ അങ്കണത്തിൻ്റെ വടക്കേ വാതിൽക്കലേക്ക് കൊണ്ടുപോയി. അസൂയ ജനിപ്പിക്കുന്ന അസൂയ വിഗ്രഹത്തിൻ്റെ പീഠം അവിടെ ഉണ്ടായിരുന്നു. അതാ അവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം. സമതലത്തിൽ വെച്ച് ഞാൻ കണ്ട ദർശനത്തിലേതുപോലെ തന്നെ ആയിരുന്നു അത്. അവൻ എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഞാൻ വടക്ക് ദിക്കിലേക്ക് കണ്ണുകൾ ഉയർത്തി. അതാ ബലിപീഠത്തിൻ്റെ വാതിൽക്കൽ വടക്ക് വശത്ത് ആ അസൂയ വിഗ്രഹം നിൽക്കുന്നു. അവൻ എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് നീ കാണുന്നുണ്ടോ? എൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് എന്നെ തുരത്താൻ വേണ്ടി ഇസ്രായേൽ ജനം അവിടെ ചെയ്തു കൂട്ടുന്ന കടുത്ത മ്ലേച്ഛതകൾ നീ കാണുന്നുണ്ടോ? ഇതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ നീ ഇനിയും കാണും. യെസക്കിയേലിൻ്റെ പ്രവചനം 8-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യെസക്കിയേലിൻ്റെ പ്രവചനത്തിൽ ഭാവി ദൈവാലയം എന്ന് വായിക്കുന്നുണ്ട്. യെസക്കിയേൽ പ്രഖ്യാപിച്ച ഭാവി ദൈവാലയം എന്നത് ക്രൈസ്തവ സഭയാണ്. പുരാതന ദൈവാലയത്തിൽ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ ആ ആലയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം അകന്നുപോയി. ദൈവം തൻ്റെ വിശുദ്ധ നിയമങ്ങളാൽ നിഷിദ്ധമാക്കിയ നിഷിദ്ധ വസ്തുക്കൾ ദൈവാലയത്തിൽ പ്രതിഷ്ഠിച്ചപ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടായത്. മ്ലേച്ഛത സ്ഥാപിക്കപ്പെട്ടാൽ ദൈവം അവിടെ നിൽക്കില്ലെന്ന് സാത്താന് നന്നായി അറിയാം. അതിനാൽ തന്നെ മ്ലേച്ഛത സ്ഥാപിച്ചതിന് പിന്നിൽ ദൈവാത്മാവിനെ തുരത്തുകയെന്ന ലക്ഷ്യം സാത്താൻ്റെ ആജ്ഞാനുവർത്തികൾക്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് വിശുദ്ധ സ്ഥലത്തു നിന്നും ദൈവത്തെ തുരത്താൻ വിശുദ്ധ സ്ഥലം അവർ അശുദ്ധമാക്കി. അതെ, മനുഷ്യനിർമ്മിതമായ പുരാതന ദൈവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടതിനേക്കാൾ വലിയ മ്ലേച്ഛതകൾ ആണ് ദൈവം നിർമ്മിച്ച പുതിയ ദൈവാലയമായ സഭയിൽ ഇന്ന് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ സ്ഥലത്ത് വച്ച് വിജാതിയർക്ക് തങ്ങളുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുത്തു. ഈ പ്രവചനം നോക്കുക. യഹൂദ വിശ്വാസവഞ്ചന കാണിച്ചിരിക്കുന്നു. യെരുശലേമിലും ഇസ്രായേലിലും മ്ലേച്ഛ പ്രവൃത്തികൾ നടന്നിരിക്കുന്നു. യാഹ്വേയ്ക്ക് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യഹൂദ അശുദ്ധമാക്കി അന്യദൈവത്തിൻ്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ചെയ്യുന്നവന് വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ യാഹ്വേയ്ക്ക് കാഴ്ചയർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിൻ്റെ കൂടാരത്തിൽ നിന്നും യാഹ്വേ വിച്ഛേദിക്കട്ടെ.
മലാക്കി പ്രവചനം 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഒരു കാര്യം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്തെന്നാൽ വിനാശകരമായ മ്ലേച്ഛത എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കപ്പെട്ടതായി കണ്ടാൽ ആ ഇടത്തോട് എന്ത് സമീപനമാണ് നാം സ്വീകരിക്കേണ്ടത് എന്നതിന് ലോത്തും അവൻ്റെ കുടുംബവുമാണ് നമുക്ക് മുൻപിലുള്ള ദൃഷ്ടാന്തം. മ്ലേച്ഛതയുടെ പട്ടണങ്ങളുടെ മേൽ ദൈവം വിനാശം അയച്ചപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ലോത്തും അവൻ്റെ പെൺമക്കളും ദൈവത്തിൻ്റെ തീരുമാനത്തോട് സഹകരിച്ച് തങ്ങളുടെ ജീവൻ നിലനിർത്തി. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ ശങ്കിച്ചു നിന്നു. അവൾ തിരിഞ്ഞു നോക്കിയത് ഉപേക്ഷിക്കപ്പെടുന്ന സൗകര്യങ്ങളെയാണ്. തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന സമ്പത്തും ഭവനവും ഉപേക്ഷിച്ച് ഇല്ലായ്മയിലേക്ക് പോകേണ്ടി വന്നാൽ അവിടെ തങ്ങളുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള മണ്ണ് പോലും ലഭിക്കില്ലെന്ന് അവൾ ചിന്തിച്ചു കാണും. 6 അടി മണ്ണെങ്കിലും സ്വന്തമായി ലഭിക്കാൻ സാധ്യതയുള്ള ഇടത്തേക്ക് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ ഉപ്പുതൂണായി ഉറച്ചുപോയി. ഇന്നും അത് നമുക്ക് മുൻപിൽ ഒരു ഭീകര ദൃഷ്ടാന്തമായി നിലകൊള്ളുന്നു. വിനാശകരമായ മ്ലേച്ഛത സഭയിൽ പ്രതിഷ്ഠിക്കപ്പെട്ടത് കാണുമ്പോൾ ആദിമസഭയുടെ കൂട്ടായ്മയിലേക്ക് ഓടിമാറാൻ തയ്യാറാകാത്ത സകലരും ലോത്തിൻ്റെ ഭാര്യയെപ്പോലെ ഉപ്പുതൂണുകളായി മാറുമെന്ന് മറക്കരുത്. ക്രിസ്തു തൻ്റെ സഭയെ പുനരുദ്ധരിക്കുന്ന ഈ നാളുകളിൽ നാം അവനോട് സഹകരിക്കണം. അതെ, സഭ എടുക്കപ്പെടുമ്പോൾ ആ സഭയിലായിരിക്കണം നമ്മുടെ സ്ഥാനം. മറിച്ച് വിനാശം നിഴൽ വിരിച്ചു നിൽക്കുന്ന മരണത്തിൻ്റെ താഴ്വരയിലെ ഉപ്പുതൂണുകളായി നാം മാറരുത്. ഈ സന്ദേശം ഇവിടെ അപൂർണമായി ഉപസംഹരിക്കുമ്പോൾ അർഹിക്കുന്ന ഗൗരവത്തോടെ ചിന്തിക്കേണ്ടത് യേശുവായുടെ പുനരാഗമനത്തിനുള്ള കൗണ്ട് ഡൗൺ 2024 ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഈ ലോകത്തിൻ്റെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനോവയുടെ വാക്കുകളെ ഭ്രാന്തൻ ജൽപ്പനങ്ങളായി പരിഹസിച്ച് തള്ളിയേക്കാം. നോഹിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നവരും അങ്ങനെ തന്നെയായിരുന്നു. ജലം അവരെ മൂടുകയും അപരിഹാര്യമായ ദുരന്തം വിഴുങ്ങുകയും ചെയ്തപ്പോൾ അവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് മനോവ സംസാരിക്കുന്നത് ലോകത്തോടല്ല, ലോകത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തവരോടാണ്. യേശുവായുടെ പുനരാഗമനത്തിന് മുൻപ് നമുക്ക് മുൻപിൽ ഇനി അവശേഷിക്കുന്ന പരമാവധി സമയം 10 വർഷമാണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. ഇനിയുള്ള നാളുകളിൽ ആശ്വാസത്തിൻ്റെതായ വാക്കുകളൊന്നും ലോകത്തു നിന്ന് ആരും കേൾക്കുകയില്ല. കാരണം എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിലേക്ക് ലോകം പ്രവേശിക്കാൻ പോവുകയാണ്. നമുക്ക് മുന്നിലുള്ള പ്രത്യാശ യേശുവായുടെ പുനരാഗമനം മാത്രമായിരിക്കണം. നമുക്ക് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വരും. ഈ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക. നമ്മുടെ നാഥനായ യേശുവ മിശിയാഹിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെപ്പറ്റി സഹോദരരെ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. യേശുവായുടെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളുടേതെന്ന് അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചലചിത്തരും അസ്വസ്ഥരുമാകരുത്. ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ആ ദിവസത്തിനു മുമ്പ് വിശ്വാസത്യാഗമുണ്ടാവുകയും നാശത്തിൻ്റെ സന്താനമായ അരാജകത്വത്തിൻ്റെ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. മറ്റൊരു മുന്നറിയിപ്പ് ഇങ്ങനെ വായിക്കുന്നു: നാഥനായ യേശുവ തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തൻ്റെ പ്രത്യാഗമനത്തിൻ്റെ പ്രഭാപൂരത്താൽ അവനെ ഉന്മൂലനം ചെയ്യുകയും ചെയ്യും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അതെ, നമ്മുടെ ശത്രുവിനെ യേശുവ സംഹരിക്കും. അവനെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന നമ്മെ അവൻ രക്ഷിക്കുകയും ചെയ്യും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആശ്വാസത്തിൻ്റെ സന്ദേശം നോക്കുക.
അതുപോലെ തന്നെ മിശിയാഹും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു. അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി. ഹെബ്രായ ലേഖനം 9 അധ്യായം 28 വീണ്ടും വരാനിരിക്കുന്ന യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് മനോവ ഇവിടെ നൽകിയ ഈ സന്ദേശത്തിൽ ജീവനും രക്ഷയുമുണ്ട്. രക്ഷയുടേതും ജീവൻ്റേതുമായ ഈ സന്ദേശം നിങ്ങളുടെ സഹോദരങ്ങൾക്കും സ്നേഹിതർക്കും കുടുംബത്തിലുള്ള സകലർക്കും അയച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. എന്തെന്നാൽ അവരും രക്ഷിക്കപ്പെടുകയും ജീവിക്കുകയും ചെയ്യട്ടെ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. യേശുവായുടെ അതിപരിശുദ്ധമായ പേരിന് മഹത്വം.